ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. സർവാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും അനുസ്മരണകൾ അയവിറക്കുന്ന രാത്രിയിൽ മഹാന്മാരായ അഹ്ലുബൈത്തിന്റെ സാന്നിധ്യത്തിൽ തൽവിഷയികമായി ലളിതമായി പരാമർശങ്ങൾ നടത്തുവാനും മഹത്തുക്കളുടെ സാന്നിധ്യത്തിൽ ദുആ ചെയ്യുവാനും ഒരുക്കിയിട്ടുള്ള ഈ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ലോക ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഇസ്രാഉം മിഅ്റാജും. പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് ഇതുപോലെ ഒരു റജബ് മാസത്തിൽ 27 രാത്രിയിൽ പരിശുദ്ധമായ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് വിശിഷ്ടമായ ഒരു സഞ്ചാരം നടത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിനാണ് സാങ്കേതികമായി ഇസ്രാ എന്ന് പറയുന്നത്. ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും അല്ലാഹുവുമായുള്ള തിരുദർശനത്തിന് ആകാശമണ്ഡലങ്ങൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രത്യേകമായ ഒരു സന്നിധാനത്തിലേക്ക് നടത്തിയ യാത്രയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഈ രണ്ട് യാത്രകളുടെയും ചരിത്രപരമായ പശ്ചാത്തലവും ആനുകാലികമായ വായനയും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലളിതമായി സമർപ്പിക്കുക മാത്രമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഈ സംഭവം അവതരിപ്പിക്കാൻ തുടങ്ങുന്നത് തന്നെ അതേ വിഷയത്തിൽ നാമകരണം ചെയ്യപ്പെട്ട അധ്യായത്തിൽ ആദ്യത്തിൽ തന്നെ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. സുബ്ഹാനല്ലദീ അസ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാപ്രയാണം നടത്തിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മഹത്വമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിനു നൽകിയ സംവിധാനങ്ങളിൽ അതിവിശിഷ്ടമായും അത്ഭുതപരമായും അനുസ്മരിക്കപ്പെടേണ്ട ഒരു സംഭവത്തിന്റെ ആമുഖമാണ് സുബ്ഹാനല്ലദീ എന്ന പ്രയോഗം ആവഹിക്കുന്നത്.
അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ലോകവിശ്വാസികളുടെ ആരാധനയുടെ ലക്ഷ്യകേന്ദ്രമായ പരിശുദ്ധമായ കഅബാലയത്തിന്റെ സവിധത്തിൽ നിന്നും ഇലൽ മസ്ജിദിൽ അഖ്സാ, മഹാത്മ്യത്തിൽ അങ്ങേയറ്റമുള്ള പള്ളിയെന്നും മസ്ജിദുൽ അഖ്സാ എന്ന് നാമകരണം ചെയ്യപ്പെട്ട മഹത്തായ പള്ളിയുടെ സന്നിധാനത്തിലേക്ക് യാത്ര നടത്തിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എത്ര മഹത്വമുള്ളവനാണ്. ആ പള്ളിയിലേക്ക് എന്തിനാണ് യാത്ര നടത്തിച്ചത്? മറ്റേതെങ്കിലും ഒരു പള്ളിയിലേക്കാകാമായിരുന്നില്ലേ? ഭാവിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള പിൽക്കാലത്തെ പ്രബോധനത്തിന്റെ പുതിയ മേഖലകളുമായി കടന്നു വന്ന വിപ്ലവത്തിന്റെ മദീനയിലേക്കാകാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയാണ് ബാറക്നാ ഹൗലഹു, ചുറ്റുവട്ടങ്ങളും അനുഗ്രഹീതമായി അലങ്കരിക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്കാണ് നാം അവിടുന്ന് യാത്ര ചെയ്യിപ്പിച്ചത്. എന്തിനാണ് ഇങ്ങനെ വിശിഷ്ടമായ ഒരു സഞ്ചാരം നടത്തിച്ചത് എന്ന ചോദ്യത്തിനു മറുപടിയാണ് ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നേർക്കുനേർ അനുഭവിപ്പിക്കുവാനുള്ള വിശിഷ്ടമായ യാത്ര ചുറ്റുവട്ടങ്ങൾ അലങ്കരിക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിച്ച് നടത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മഹത്വമുള്ളവനാണ്. ഇതാണ് ഇസ്രായിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഏറ്റവും മഹത്വം സ്പഷ്ടമായ സൂക്തം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ യാത്രയെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ പരാമർശിക്കുന്നു. അവിടെ നടന്ന സംഭവങ്ങളെ ഇമാമുകൾ മുഴുവനും നിവേദനം ചെയ്യുന്നു. ഈ ഒരു സംഭവത്തെ മാത്രം പരാമർശിച്ചുകൊണ്ട് 600-ൽ പരം മഹത്തുക്കൾ സ്വതന്ത്രമായ രചനകൾ നടത്തിയിട്ടുണ്ട്. ഇബ്നു കസീറും ഇമാമുന സുയൂത്തിയും റഹ്മഹുല്ലാഹ് തുടങ്ങിയുള്ള മഹത്തുക്കളെല്ലാം ഇതിൽ വിശാലമായ സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയ വിശ്വപ്രസിദ്ധ പണ്ഡിതന്മാരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രയുടെ ഘടന മുഹദ്ദിസുകൾ പറഞ്ഞതിന്റെ ലളിതമായ ഒരു രൂപം ഇങ്ങനെയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് മസ്ജിദുൽ ഹറാമിൽ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വസതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നു. അവിടേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നു, നബിയെ, വളരെ പ്രത്യേകതയുള്ള ഒരു ഒഫീഷ്യൽ സഞ്ചാരം ഇന്നുണ്ട്. ഒഫീഷ്യൽ സഞ്ചാരമാകുമ്പോൾ അതിന് ഔദ്യോഗികമായ വാഹനം വേണം. അതും കൊണ്ടുവന്നിട്ടുണ്ട് നബിയെ. വഅതാഹു ജിബ്രീലുൽ അമീനു നദീമാ ഫയ്യാളതൻ കഫാഹു ജാഅ കരീമാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അതിവിശിഷ്ടരായ മാലാഖമാരുടെ നേതാവ് വന്ന് വിശിഷ്ടമായ ഒരു യാത്രയുടെ ഔദ്യോഗികമായ ക്ഷണം നടത്തുമ്പോൾ ഫൗഖൽ മുറാഖി മുസറജൻ തസ്നീമാ, ബുറാഖ് എന്ന വാഹനം നബിയെ അവിടത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആലോചിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ വായിക്കുവാനുള്ള വലിയ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. എന്താണ്? എല്ലാ കഷ്ടപ്പാടുകളിലും ക്ലിഷ്ടതകളിലും വിഷമങ്ങളിലും കൂടെയുണ്ടായിരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടാതെ ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങുന്നത്. അതെന്തുകൊണ്ട്? ഈ കൊണ്ടുവന്ന വാഹനം ആനുകാലിക വായനയുടെ മുമ്പിൽ എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടേണ്ടത്? ഇവിടെയാണ് മഹത്തുക്കൾ പറയുന്നത്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അയാൾ പരിപൂർണത കൈവരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ 3 തലങ്ങളെ അയാൾ അംഗീകരിക്കണം. അത് വിശാലമായ ഒരു പ്രഭാഷണമായി തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശാലമായി കടക്കുന്നില്ല. ഒന്ന്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ ജനങ്ങളുമായി ഇടപെടുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന അവിടുത്തെ മാനുഷികമായ വ്യക്തിത്വം. രണ്ടാമത്തേത് മലക്കുകളുമായി കാണുകയും സന്ധിക്കുകയും സംഭാഷണം നടത്തുകയും അവരെ പോലെ സഞ്ചരിക്കുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന മലക്കൂത്തിയായ ഒരു വ്യക്തിത്വം, മാലാഖാപരമായ സ്വഭാവം. മൂന്നാമത്തേത് അള്ളാഹുമായി സ്വകാര്യം കൈകാര്യം ചെയ്യുന്ന റബ്ബാനിയായ വ്യക്തിത്വം. അവിടെ ഒരാളും കൂടെയില്ല. എല്ലാ യാത്രകളിലും കൂടെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇസ്രാഇന്റെ യാത്രയിൽ കൂടാൻ മലക്കൂത്തിയായ ശാരീരിക ഘടനയില്ലാത്തത് കൊണ്ട് കഴിഞ്ഞില്ല. പ്രത്യേകമായ ഒരു പോയിന്റിലെത്തിയപ്പോൾ പിന്നീട് അവിടെ നിന്നുകൂടി കൂടെ സഞ്ചരിക്കുവാൻ മാത്രമുള്ള റബ്ബാനിയായ പേഴ്സണാലിറ്റി ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു പോയിന്റിൽ മാറുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്ന പോയിന്റ് എവിടെയാണ്? ഫദനൗത ഔ അദ്നാ വനിൽത അമീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പിന്നീട് താഴോട്ട് അടുത്ത ദറജയിലുള്ളത്, മഹത്വത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ഒരു സൃഷ്ടിയുമില്ല. അല്ലാഹു എന്ന ഉലൂഹിയത്തിന്റെ പദവിയിലുള്ള ഏകനായ സർവാധിനാഥനായ അല്ലാഹു അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ആരുമില്ല. അല്ലാഹുവിന്റെ ഉലൂഹിയത്തിന്റെ പദവി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള പദവി വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിൽ ശിഖാഖി. തർക്കം ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ പദവിയാണ്. ഗഹനമായ പരാമർശങ്ങൾ അർഹിക്കുന്നു, അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വപരമായ മഹത്വത്തിന്റെ രണ്ടാമത്തെ ഘടകമാകുന്ന മലക്കൂത്തിയായ വ്യക്തിപ്രഭാവത്തിന്റെ പ്രകാശനമാണ് ഈ രാത്രിയിൽ നടക്കുന്നത്, ഇസ്രാഇന്റെ രാത്രിയിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചിട്ട് പറയുന്നു, നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. കൊണ്ടുവന്നിട്ടുള്ള വാഹനം ഏതാണ്? ജിബ്രീൽ. ബുറാഖ്. ബർഖ് എന്ന് പറഞ്ഞാൽ മിന്നൽ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം. അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ള, അംബിയാഉകൾ പലരും സഞ്ചരിച്ചിട്ടുള്ളത് എന്ന് പലരും പരാമർശിച്ച ബുറാഖ് എന്ന് പറയുന്ന വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസത്തിലേറെ വഴിദൂരമുള്ള മക്കയിലെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ ചാരത്ത് നിന്ന് വിശുദ്ധമായ ഫിലസ്തീനിലെ അവിടുന്ന് ആദരണീയമായ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കലേക്ക് സഞ്ചരിക്കുകയാണ്. ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് നടത്തുന്ന ഇന്റർനാഷണൽ സർവീസുകളിൽ നിയറസ്റ്റ് ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരത്ത് നിന്നും പോകുന്ന ഏറ്റവും അടുത്ത അന്താരാഷ്ട്ര സർവീസ് ശ്രീലങ്കയിലെ ഭണ്ഡാരനായിക്ക് എയർപോർട്ടിലേക്കുള്ള ശ്രീലങ്കൻ എയർലൈൻസിന്റെ സർവീസാണ്. എത്ര മിനിറ്റ് സഞ്ചരിക്കണം? 25 മിനിറ്റ് സഞ്ചരിച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് ഉയരുന്ന ലങ്കൻ എയർലൈൻസ് അവിടുന്ന് ശ്രീലങ്കയിലെ ഭണ്ഡാരനായിക്ക് എയർപോർട്ടിലെത്തുന്നു. ഈ അന്താരാഷ്ട്ര ലളിതമായ സഞ്ചാരത്തിന് ആ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്ന വേഗത എത്രയാണ്? അതുപോലെ സാധാരണഗതിയിൽ നമ്മുടെ ഫ്ലൈറ്റുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേഗത എത്രയാണ്? 700 മുതൽ 900 വരെ കിലോമീറ്റർ സ്പീഡിലാണ്. അത്തരമൊരു വാഹനമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ എത്രയോ മണിക്കൂറുകൾ വേണ്ട ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വരുമായിരുന്ന ദൂരത്തേക്ക് സഞ്ചരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വന്ന സമയം എത്രയാണ്? ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയുടെ നിവേദനം കാണാം. അവിടുന്ന് എഴുന്നേറ്റ് പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്നു കിടക്കുമ്പോഴേക്ക് ആദ്യം കിടന്നിരുന്നതിന്റെ ചൂട് പോലും മാറിയിട്ടില്ല. അതിന്റെ ഇടയിലാണ് ഇത്തരമൊരു ഇന്റർനാഷണൽ സർവീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്നത്. രണ്ടാമതായി ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തെ പരാമർശിച്ചുകൊണ്ടുള്ള മുഴുവൻ ഹദീസുകളും പറയുന്നത് അത് നമ്മുടെ കാറ് പോലെ
ഫ്ലൈറ്റ് പോലെ, വാൻ പോലെ ഉള്ളിലിരുന്നു കൊണ്ട് സഞ്ചരിക്കുന്ന വാഹനമല്ല. ബൈക്ക് പോലെ, ഒട്ടകം പോലെ, കുതിര പോലെ പുറത്തിരുന്നു കൊണ്ട് സഞ്ചരിക്കുന്ന വാഹനമാണ്. ഇത്തരം ഒരു വാഹനത്തിൽ സാധാരണ അറ്റ്മോസ്ഫിയറിൽ ഒരു മനുഷ്യന് ഓപ്പൺ എയറിൽ എത്ര കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ബൈക്ക് യാത്രക്കാരന് ഹെൽമറ്റ് ഉപയോഗിക്കാതെ ഓപ്പൺ എയറിൽ എത്ര കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും? ഇതേ വിഷയം പരാമർശിച്ചുകൊണ്ട് മെനിങ്ങാന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികൾക്ക് ഉള്ള ക്ലാസ്സിൽ അവരോട് ഞാൻ ചോദിച്ചു, അല്ല, എത്ര കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും? അതിലൊരു വിദ്യാർത്ഥി പറഞ്ഞു 150 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. ഞാൻ അവരോട് പറഞ്ഞു 200 കിലോമീറ്റർ വേഗത ആയിക്കൊള്ളട്ടെ. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1000-ലേറെ കിലോമീറ്റർ വേഗതയിൽ അവിടുന്ന് സഞ്ചരിക്കണമെങ്കിൽ എന്തു വേണം? ഇന്നു ചില ആളുകൾ വാദിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനാണെങ്കിൽ ഒരു മനുഷ്യന്റെ സഞ്ചാര വേഗത ഈ ഓപ്പൺ എയറിൽ 200 കിലോമീറ്ററിലേറെ സഞ്ചരിക്കാൻ അയാൾക്ക് കഴിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെപ്പോലെയല്ല, എന്നെയും നിങ്ങളെയും പോലെ 19 മൂലകങ്ങൾ ഉൾക്കൊള്ളുന്ന, അതിൽ 60% ഓക്സിജനുള്ള, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ മിനിറ്റുകൾ വേണ്ടി വരുന്ന ഒരു കേവല മനുഷ്യന് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് യാതൊരു കേടുപാടുമില്ലാതെ തുറന്ന വായുവിൽ 1000-ലേറെ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപൂർണമായും അസാധാരണമായ വ്യക്തിപ്രഭാവവും ശാരീരിക ഘടനയും ഉള്ളയാളാണ് എന്നതിന്റെ പ്രകടമായ പ്രഖ്യാപനമാണ് ഇസ്രാ നടത്തുന്നത്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദീ അസ്റാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച മങ്കൂസ് മൗലിദിന്റെ തുടക്കം സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയ്യിൽ ഹുദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഒരു യാത്രയെക്കുറിച്ച് മാത്രം പറയാൻ ഖുർആൻ സുബ്ഹാനല്ലദീ പ്രയോഗിച്ചെങ്കിൽ 10,000 വട്ടം സുബ്ഹാനല്ലദീ പ്രയോഗിക്കണം മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ. കാരണം അവിടുത്തെ വിലാദത്താണ് പരാമർശിക്കുന്നത്. ഇപ്പൊ മങ്കൂസ് മൗലിദിന്റെ വിഷയമല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ശാസ്ത്രീയ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു, നൂറുൻ അലാ നൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിച്ചത്തിനുമേൽ വെളിച്ചമാണ്, പ്രകാശത്തിനുമേൽ പ്രകാശമാണ്. അപ്പോൾ പ്രകാശത്തിന്റെ സഞ്ചാര വേഗത 3 × 10⁸ ആണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുവാൻ പ്രകാശത്തിന് വേഗതയുണ്ട്. ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് 3 ലക്ഷത്തിൽ ചില്ലറ കിലോമീറ്ററാണ് വേഗതയുള്ളത്. ഈ 3 ലക്ഷത്തിൽ ചില്ലറ കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്ന് പ്രകാശത്തിന് പോകാൻ വേണ്ട സമയം 1.7 സെക്കൻഡുകളാണ്. ഇത്രയും സമയം കൊണ്ട് ഭൂമിയിൽ നിന്ന് പ്രകാശം ചന്ദ്രനിലേക്ക് എത്തുന്നു. ആ പ്രകാശത്തിനു മേൽ പ്രകാശമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനിലേക്കല്ല, ഇനി അവിടുന്നതാ മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്താൻ മിനിറ്റുകൾ വേണ്ടി വന്നില്ല, സെക്കൻഡുകൾ വേണ്ടി വന്നില്ല, മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് എത്തുന്നു. അസ്റാ ബി അബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു. എന്തിനാണ് ആ പള്ളിയെ തന്നെ തെരഞ്ഞെടുത്തത്? അതിന്റെ ചുറ്റുവട്ടത്തിലും അനുഗ്രഹങ്ങളുണ്ട്. ബിഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ. അവിടെ അംബിയാഇന്റെ ഖബറുകളുള്ള ഖബർസ്ഥാൻ ഉൾക്കൊള്ളുന്ന പറമ്പിലാണ് പള്ളി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ പള്ളിയിലേക്ക് പ്രയാണം നടത്താനുള്ള കാരണം.
ഒരു വിശിഷ്ടമായ വിഷയത്തിന് മുമ്പ് ആദരണീയരുടെ ഖബറിടത്തിൽ പോയി സന്ദർശനം നടത്തി അനുഗ്രഹമെടുക്കുക എന്ന പാരമ്പര്യത്തെ മുസ്ലിം സമുദായത്തിന് പഠിപ്പിക്കുവാനുള്ള ഒരു മഹത്തായ പാഠമാണ് മിഅ്റാജ് എന്ന മഹത്വമുള്ള യാത്രയ്ക്ക് മുമ്പ് ഇസ്രാ എന്ന സിയാറത്ത് ടൂർ നടത്തുന്നത്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. അവിടെ ആരുടെ ഖബറാണുള്ളത്? ചില നിവേദനങ്ങളിൽ കാണാം, ബൈത്തുൽ അഖ്സയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇടയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നബിയെ, ഈ ഇറങ്ങി നിസ്കരിച്ച സ്ഥലം ഏതാണെന്ന് തങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല, എന്നാൽ പറഞ്ഞു തരാം. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം വിശ്രമിച്ചിരുന്ന സ്ഥലമാണ്. ആ വിശ്രമിച്ചിരുന്ന സ്ഥലത്താണ് നിങ്ങൾ നിസ്കരിച്ചിട്ടുള്ളത്. പിന്നീട് ബൈത്തുലഹം എന്നറിയപ്പെടുന്ന ബത്ലഹേം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മസ്ഥലത്തേക്ക് പോയി സന്ദർശനം നടത്തി. എന്നിട്ടാണ് അവിടെ നിന്നും പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയത് എന്ന് ചില നിവേദനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും അവിടേക്ക് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത് റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്ന രംഗം ഞാൻ കണ്ടു. അവിടുന്ന് ഇസ്രാഇന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു. അങ്ങനെ ഉണ്ടാകാമോ? അമ്പിയാക്കന്മാർക്ക് മാത്രമല്ല, ഔലിയാഇന് കൂടി ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാമെന്ന വിഷയത്തിൽ മാത്രം അബ്ദുൽ ഗനിയുൻ നാബുലുസി റളിയല്ലാഹു അൻഹുവിന് ഒരു കിതാബുണ്ട്, അഹ്വാലുൽ ഖുബൂർ എന്ന കിതാബ്. അതിൽ പറയുന്നത് കാണാം, ഒരു മഹാനായ പണ്ഡിതൻ ഖബർ കുഴിക്കാൻ വേണ്ടി ഒരു ഖബർസ്ഥാനിൽ ഇറങ്ങിയപ്പോഴോ തൊട്ടടുത്തുള്ള ഖബറിന്റെ ഒരു ഇഷ്ടിക ഇങ്ങ് വീണുപോയി. അപ്പോൾ ഒരാളിരുന്ന് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ് ഖബറിൽ. അയാളുടെ കയ്യിലുള്ള മുസ്ഹഫ്, സ്വർണത്തിന്റെ ചട്ടകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മുസ്ഹഫുമായി ഒരാൾ ഖബറിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നു. അയാളോട് ചോദിക്കുന്നു, ഈ ഖബറാളി ഖബർ ഒഴിക്കുന്ന പണ്ഡിതനോട് ചോദിക്കുന്നു, അഖാമത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളായോ? ഉടനെ പറഞ്ഞു, ഖിയാമത്ത് നാളൊന്നും ആയിട്ടില്ല, എന്നാ ആ കട്ട എടുത്ത് അവിടെ വെച്ചേക്ക്, ഞാൻ ഖുർആൻ ഓതിക്കോട്ടെ എന്ന് പറഞ്ഞ് ഖബറാളി ഇരുന്ന രംഗം. ഇതുപോലെ സമാനമായ ഒരുപാട് രംഗങ്ങൾ ആ കിതാബിൽ തന്നെ അബ്ദുൽ ഗനിയ്യിൻ നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ അംബിയാഉ, അംബിയാക്കന്മാര് മുഴുവനും അഹ്യാ, അവരവരുടെ ഖബറുകളിൽ ജീവിക്കുകയാണ്. യുസല്ലൂൻ, അവര് നിസ്കരിക്കുന്നു. ഖബറുകളിൽ ആരാധന അവസ്ഥയിൽ അമ്പിയാക്കന്മാര് ജീവിക്കുന്നുണ്ടെന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു, ആരെയാണ്? റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് എക്സ്റേ സ്വഭാവമുള്ള യന്ത്രത്തെക്കാളും വലിയ സൂക്ഷ്മമായി കാണാൻ പറ്റുന്ന കണ്ണാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അതുകൊണ്ട് പോസ്റ്റ് മോഡേൺ സയൻസിനെ മുഴുവനും വെല്ലുവിളിക്കുകയാണ്. BSNLന്റെ കേബിളിൽ ഒരു വീട്ടിലേക്കുള്ള കേബിൾ കംപ്ലൈന്റ് ആയാൽ ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന മറ്റൊരു കേബിൾ അഡോപ്റ്റ് ചെയ്തു കൊടുക്കാൻ ഒരു എക്സ്റേ യന്ത്രവും ഒരു റിമോട്ട് കൺട്രോളറുമാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ മുഴുവനും പണ്ടേ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ അവസ്ഥയങ്ങ് പറയുന്നു. സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. പിന്നെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് കടന്നു. മൂലകങ്ങളെക്കുറിച്ച് ഫിസിക്സിൽ പഠിച്ച കുട്ടികളോട് അറ്റ്മോസ്ഫിയർ സയൻസും ഒരു സാധാരണ ബോഡിയുടെ ഈക്വലൈസേഷനും തമ്മിലുള്ള പഠനം അനിവാര്യമാണ്. സാധാരണ ശരീരം ഒരു അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള ഈക്വലൈസേഷൻ സ്പീഡ് എത്രയാണ്? നമ്മുടെ ഉള്ളിലുള്ള മഗ്നീഷ്യവും കാർബണും ഇതുപോലെയുള്ള ഓരോ മൂലകങ്ങളുടെയും അവസ്ഥ എന്താണ്?
അതെല്ലാം വിശദീകരണം അർഹിക്കുന്നു. സമയത്തിന്റെ പരിമിതി ഉൾക്കൊണ്ട് ഞാൻ കടക്കുന്നില്ല. അത് മുഴുവനും മിൻ സുലാലത്തിൻ മിൻ തീൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് മനുഷ്യനെ പടച്ചു എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് അത് രണ്ടും തമ്മിൽ യോജിക്കുന്നത്? മണ്ണിലുള്ള 19 മൂലകങ്ങളും മനുഷ്യന്റെ ബോഡിയിലുമുണ്ട്. മണ്ണിലെ 60% ഓക്സിജനാണ്, മനുഷ്യന്റെ ബോഡിയിലെയും 60% ഓക്സിജനാണ്. അതുകൊണ്ട് മിൻ സുലാലത്തിൻ മിൻ തീൻ എന്ന ആയത്തിന്റെ പ്രയോഗം അവിടെയാണ് വ്യാഖ്യാന പരതകളെ ഉൾക്കൊള്ളുന്നതെന്ന് മഹാന്മാര് പറയുന്നു. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ അഖ്സയിലേക്ക് ചെല്ലുമ്പോ അവിടെ സന്നിഹിതരായ മഹാന്മാരായ അമ്പിയാക്കന്മാരുണ്ട്. അമ്പിയാക്കന്മാര് മുഴുവനും യൂണിയനാണ്. അമ്പിയാക്കന്മാർക്ക് സംഘടനയുണ്ട്, അമ്പിയാക്കന്മാർക്ക് സമ്മേളനമുണ്ട്, അമ്പിയാക്കന്മാർക്ക് ലീഡറുണ്ട്. ആ ലീഡറോട് പ്രത്യേകമായ അംഗീകാരങ്ങളുണ്ട്. അതെല്ലാം പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ് മസ്ജിദുൽ അഖ്സയിൽ നടക്കുന്നു. എല്ലാ അമ്പിയാക്കന്മാരെയും ഒരുമിച്ച് കൂട്ടി അവരുടെ സുപ്രീം ലീഡറായ വഅഫ്ളലുൽ ഖൽഖി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമായി നിസ്കരിക്കുന്നു. അവിടെ സ്വീകരിക്കുവാൻ വേണ്ടി അവിടുന്ന് കൊടുക്കുന്നത് എന്താണ്? 2 പാനീയങ്ങൾ കൊണ്ടുവരുന്നു. ഒന്നവിടുന്ന് കള്ളിന്റെ പാത്രമാണ്, രണ്ടോ അവിടുന്ന് പാൽ പാനീയം ഉൾക്കൊള്ളുന്ന പാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാല് സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ നാട്ടിലൊക്കെ വീട് ഉദ്ഘാടനത്തിന്റെ അന്ന് പാല് കാച്ചൽ നടത്തുന്നത്. അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ പാരമ്പര്യപരമായി കടന്നു വന്ന അനാചാരങ്ങളാണെന്നും അതുകൊണ്ട് വിമർശിക്കപ്പെടേണ്ടതാണെന്നും എന്നുമുള്ള അഭിനവവാദികൾ ഒരിക്കൽ തിരുവനന്തപുരം ജില്ലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ വേദികളെ ഗണ്ണിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഒരാൾ പറഞ്ഞു, അതൊക്കെ ആരോ കൊണ്ടുവന്ന അനാചാരങ്ങൾ, അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോ പാല് കാച്ചാൻ സമ്മതിച്ചില്ല, ഉണക്കമീൻ ചുട്ടിട്ടാണ് ഞാൻ എൻ്റെ വീട് ഉദ്ഘാടനം നടത്തിയത്. പ്രസംഗം എൻ്റെ വണ്ടിയിലുണ്ട്. അപ്പോ ഇതുപോലെ വെല്ലുവിളിക്കാനൊന്നുമില്ല. ഈ പാലെന്ന പാനീയത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വന്നാൽ സ്വീകരിക്കാൻ അയാൾക്ക് കൊടുക്കാൻ സുന്നത്തുള്ള പാനീയമാണ് പാല്. മാത്രമല്ല എല്ലാ ഭാഷയിലും പാനീയത്തിന് പുറമെ ഭക്ഷണമെന്ന പ്രയോഗം കൂടി പാലിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. ഇത്രയും വിശിഷ്ടമായ ഒരു പാനീയം, ഈ പ്രയോഗം തന്നെ നമ്മുടെ സമീപത്ത് മരണപ്പെട്ടുപോയ അൽ ഫറായിദ് നിഘണ്ടു എഴുതിയ പണ്ഡിതൻ ഒരു സ്ഥലത്ത് ഈ പാലിന്റെ പ്രയോഗത്തെക്കുറിച്ചുള്ള പരാമർശം മറ്റൊരു ഗ്രന്ഥത്തിൽ നടത്തുന്നുണ്ട്. അൽ മുഫ്രദാത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തോ ഒരു രചന കൂടി അദ്ദേഹത്തിനുണ്ട്. ഹക്കിം ബീബി കുഞ്ഞാമു മൗലവി അറബിയിലെ ഇതിന്റെ പ്രയോഗങ്ങൾ പറയുന്നിടത്ത് കാണാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് പാനീയമായി കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്നു. ഇനിയാണ് ഔദ്യോഗികമായ ഒരു സന്ദർശനത്തിന്റെ തുടക്കമാണ്. ഇസ്രാ എന്ന് പറയുന്ന പ്രാഥമിക സന്ദർശനം കഴിഞ്ഞു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, ഇനി ദൂരം കൂടുതലുള്ള യാത്രയാണ് നബിയേ, ഇനി വാഹനം പറ്റൂല. ഇതുവരെയുള്ള യാത്രയെന്ന് പറഞ്ഞാൽ അവിടുന്ന് ദൂരം കുറഞ്ഞ യാത്രയായിരുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്രയെന്ന് പറഞ്ഞാൽ ദൂരം കൂടുതലുള്ള യാത്രയാണ്. അതുകൊണ്ട് മലക്കിന്റെ കൂടെ സഞ്ചരിച്ചാ പോരാ, പ്രകാശത്താൽ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ കൂടെയാണ് ഇതുവരെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ വന്നത്. ഇനി മലക്കിന്റെ കൂടെ സഞ്ചരിച്ചാ പോരാ, മലക്കിനെ പോലെ സഞ്ചരിക്കണം നബിയേ. കാരണം എന്താണ്? മലക്കിന്റെ വേഗത എത്രയാണ്? ഒരു മലക്കിന് ഈ ലോകം മുഴുവനും തവാഫ് ചെയ്യാൻ ഒരു സെക്കൻഡ് വേണ്ട. അതുകൊണ്ടാണ് അസ്രായീൽ അലൈഹിസ്സലാമിനെ ഒന്നാക്കി അല്ല വെച്ചത്. അല്ലെങ്കിൽ സുനാമി വരുമ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം കുടുങ്ങിപ്പോവും. എല്ലാവരുടെയും കൂടെ റൂഹ് പിടിക്കണമല്ലോ. ഖിയാമത്ത് നാളാകുമ്പോൾ വല്ലാതെ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് എല്ലാവരുടെയും റൂഹുകൾ പിടിക്കാൻ
മാനവിക ലോകത്തിന്റെ മുഴുവനും ആത്മാവുകളെ പിടിക്കാൻ, എല്ലാവരെയും കൂടി സഞ്ചരിച്ചെടുക്കാൻ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു സെക്കൻഡ് ഒന്നും വേണ്ട. സാധാരണ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അതാ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനേക്കാളും മെഗാ പവറുള്ള ബഹുമാനപ്പെട്ട പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മാലാഖമാർക്ക് ലോകം മുഴുവൻ ഒന്ന് സഞ്ചരിക്കുവാൻ ഒരു നാനോ സെക്കൻഡ് പോലും വേണ്ട. മൈക്രോ സെക്കൻഡിന്റെ വീണ്ടും 1000 അംശം പോലും വേണ്ട. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, ഇനിയുള്ള യാത്രയുടെ ദൂരം കൂടുതലാണ് നബിയേ, അതുകൊണ്ട് തങ്ങൾ അവിടുന്ന് മേൽപോട്ടുള്ള യാത്രയിൽ ഇനി വാഹനം ഇല്ല. ഇത് ജാഇല കുല്ലി സമാഇ തസഫുഫ റസുലുൻ വഅംലാകുൻ വറാഅൽ മുസ്തഫ കുല്ലു യുറഹിബു അല്ലാഹികം വബസീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ലതർകബുന്ന തബഖൻ അൻ തബഖ്. ഓരോ മണ്ഡലങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചു കാൽ കീഴിലാക്കുന്നു. ആകാശത്തിന്റെ ഓരോ സ്ഫിയറുകളെയും മണ്ഡലങ്ങളെയും അവിടുന്ന് യാത്ര ചെയ്യുന്നു. ഓരോ മണ്ഡലങ്ങളും അവിടുന്ന് സഞ്ചരിച്ചു പോകുമ്പോൾ ഓരോ അമ്പിയാക്കന്മാരുണ്ട്. അത് ഇമാം ബുഖാരി തങ്ങൾ വിശദീകരിക്കുന്നു. ഒന്നാമത്തെ ആകാശത്തിലേക്ക് ചെല്ലുന്നു. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ ആധിപത്യത്തിൽ കൺട്രോൾ നടക്കുന്ന ആകാശമാണ്. കാരണം ഇനി ഒന്നുകൂടി വന്നു പോകേണ്ട സ്ഥലമാണല്ലോ ഭൂമി. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ചൊരു റിമോട്ട് അന്വേഷണം അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ നടക്കുന്ന ഒന്നാമത്തെ ആകാശത്തിന്റെ കവാടത്തിലേക്ക് ചെല്ലുമ്പോ മൻ ഹാദാ, ഈ വരുന്നതാരാണ്? അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. വമമ്മക, നിങ്ങളുടെ കൂടെ ആരാണ്? ജിബ്രീൽ. മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അബുഇസ്ത ഇലൈഹി, അവിടുന്ന് ഔദ്യോഗികമായി ക്ഷണിച്ചു കൊണ്ടുവരുന്ന നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന യാത്രയാണോ ജിബ്രീലേ? നഅം, അതെ. മർഹബൻ ലിൽ നബിയ്യി സ്വാലിഹി വൽ അഖി സ്വാലിഹ്, സ്വാഗതം സ്വാഗതം, വരൂ നബിയേ, ഞങ്ങളുടെ നേതാവിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് മർഹബ ചൊല്ലി സ്വീകരിക്കുന്നു. രണ്ടാമത്തെ ആകാശത്തേക്ക് ചെല്ലുന്നു, മൂന്നാമത്തെ മണ്ഡലത്തിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഓരോ മണ്ഡലത്തിലും അമ്പിയാക്കന്മാര് വരി വരിയായി നിരനിരയായി നിന്ന് സ്വാഗതമോദി സ്വീകരിക്കുന്നു. കുല്ലു യുറഹിബു അല്ലാഹികം വബസീമാ, എല്ലാവരും സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് സ്വീകരണം കൊടുത്ത് ആദരണീയരായ നേതാവിനെ ആനയിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം ഇരിക്കുന്നു. യുംനാഹു യൽഹഖു വശ്ശിമാല ഇദാ ബശർ യബ്കി വയഹ്യാ വൽ മസീഹ വമൻ ഹളർ. നോക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം ഇരിക്കുന്നു. വലതുഭാഗത്തൊരു സംഘമുണ്ട്. അവരെല്ലാവരെയും കാണാൻ സുവർണമുഖരാണ്, പ്രകാശമുഖന്മാരായ ആളുകളാണ്. ഇടതു സൈഡിൽ ഒരു സംഘമുണ്ട്. അവരെ കാണുമ്പോൾ ഇരുണ്ട മുഖത്തോടു കൂടിയവരാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇടയിൽ വലത്തോട്ട് തിരിഞ്ഞ് ചിരിക്കുന്നു, ഇടത്തോട്ട് തിരിഞ്ഞ് ആകുലപ്പെടുന്നു. എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, വലതുഭാഗത്തുള്ളത് എന്റെ ഉമ്മത്തീങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ്, അവരെ കാണുമ്പോ സന്തോഷമാണ്. ഇടത് സൈഡിലുള്ളതോ എന്റെ മതത്തിലുള്ള എന്റെ മക്കളിലുള്ള അവിശ്വാസികളാണ്, അവരെ കാണുമ്പോ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആകാശത്തിന്റെ മണ്ഡലങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിക്കുന്നു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന് പ്രകാശത്തിന്റെ വേഗതയേക്കാൾ അധികമുള്ള വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ മോഡേൺ ഫിസിക്സിനോട് പറയുന്നു, തിരുവനന്തപുരത്തെ ശംഖുമുഖത്തിന്റെ മേലിൽ നാവികസേനയുടെ കസർത്ത് കഴിഞ്ഞ് ആഴ്ചയിൽ നടന്നു കഴിഞ്ഞതേ ഉള്ളൂ. അവരോടും പറയുന്നു, നിങ്ങളുടെ ഗവേഷണം പൂർത്തിയായിട്ടില്ല കേട്ടോ, ഗവേഷണം നടത്തിക്കോ. പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഈ കാലഘട്ടത്തിലാണ്. ഇനിയൊരു നബി വരാനില്ല. അതുകൊണ്ട് ഈ നബിയുടെ കാലത്ത് തന്നെ നിങ്ങൾ പ്രകാശത്തിന്റെ വേഗതയിലുള്ള വിമാനം കണ്ടുപിടിക്കണം കേട്ടോ. കാരണം എല്ലാ അമ്പിയാക്കന്മാരും തുടങ്ങിയ വിപ്ലവങ്ങളുടെ പൂർത്തീകരണം ഇവിടെയാണ് വേണ്ടത്. കാരണം മക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലനായ ഒരു പുരുഷന്റെ പിതാവോ കേവലനായ ഒരു പുരുഷന്റെ പുത്രനോ അല്ല. വലാകിർ റസൂലല്ലാഹ്, സമവാക്യങ്ങളെ മുഴുവനും വെല്ലുവിളിക്കുന്ന പ്രവാചകരാണ് കേട്ടോ. E=mc² കണ്ടുപിടിച്ച ഐൻസ്റ്റൈൻ ജനിക്കുന്ന സമയത്ത് ശാസ്ത്രജ്ഞനാകുമെന്ന് അറിഞ്ഞിരുന്നില്ല. കണ്ടുപിടിച്ചപ്പോഴാണ് ശാസ്ത്രജ്ഞനാണെന്ന് മനസ്സിലായത്. അതുപോലെ യാദൃച്ഛികമായ സിദ്ധാന്തം കാണിച്ച ഒരു ശാസ്ത്രജ്ഞനല്ല. തലയിൽ ആപ്പിള് വീണപ്പോ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ച ന്യൂട്ടനെ അന്ന് വരെ ചരിത്രത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ യാദൃച്ഛികമായി കടന്നു വന്നയാളല്ല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ ചരിത്രത്തിന് വേണ്ടി വന്നതൊരു ഗവേഷണം നടത്തിയപ്പോഴാണ്. അതുപോലെ വേണ്ടി വന്ന യാദൃച്ഛികനായ ഒരു പുരുഷനല്ല മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ ആരാണ്? വലാകിർ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരാണ്. കാലങ്ങൾക്ക് മുമ്പ് പ്രവാചക സംഘങ്ങൾ അഖിലവും മുന്നറിയിപ്പ് നൽകിയ ലോകത്തിന്റെ നേതാവാണ് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വഖാതമൻ നബിയ്യീൻ, എല്ലാ പ്രവാചകന്മാരും തുടങ്ങിവെച്ച വിപ്ലവങ്ങളുടെ പൂർത്തീകരണം ഇവിടെ നടക്കണം. കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിവെച്ച വിപ്ലവം എല്ലാത്തിൻ്റെയും പ്രൈമറി നോളജാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, എല്ലാ വിഷയത്തിൻ്റെയും പ്രൈമറി നോളജ് ആദം നബിക്ക് നൽകി. ഇതിന്റെ പേരറിയുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈമറി നോളജാണ്. ഇതിന്റെ പേരറിയുക എന്നത് പ്രൈമറി നോളജാണ്, പ്രാഥമിക വിജ്ഞാനമാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് നോളജ് ആദം നബിക്ക് നൽകിയെന്ന പ്രയോഗത്തിലില്ല. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, എല്ലാത്തിൻ്റെയും പ്രാഥമിക വിജ്ഞാനം ആദം നബിക്ക് നൽകി. ഡീറ്റെയിൽഡ് നോളജ് ആർക്കാണ് നൽകിയതെന്ന് ഖുർആൻ പറയുന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് നോളജ് തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നബിയേ. അപ്പൊ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയ ഒരു വിപ്ലവമുണ്ട്. വഅലന്നാ ലഹുൽ ഹദീദ്, ഇൻഡസ്ട്രിയൽ ടെക്നോളജിയുടെ ഉപജ്ഞാതാവ് ദാവൂദ് നബി അലൈഹി സ്വലാമാണ്. അതിന്റെ കംപ്ലീഷൻ നടക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താണ്. കാരണം വഖാതമൻ നബിയ്യീൻ, ബിൽഡിംഗ് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇത് യർഫഉ ഇബ്രാഹിമു വ ഇസ്മാഈലുൽ ഖവാഇദ ലിൽ ബൈത്തി എന്ന് പറയുന്ന അവിടുന്ന് ബിൽഡിംഗ് ടെക്നോളജിയുടെ തുടക്കം നടത്തി ഇബ്രാഹിം നബിയുടെ ആ ടെക്നോളജിയുടെ പൂർത്തീകരണം നടക്കേണ്ടത് ഇവിടെയാണ്. വഖാതമൻ നബിയ്യീൻ, അങ്ങനെ എല്ലാ പ്രവാചകന്മാരും തുടങ്ങിവെച്ച വിപ്ലവങ്ങളുടെ പരിസമാപ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു നടക്കണം. അതാണ് വഖാതമൻ നബിയ്യീൻ. ഇൻഷാ അല്ലാഹ് ഇത് മാത്രം ഒരു 10 ദിവസം അവതരിപ്പിക്കപ്പെടേണ്ട വിഷയമാണ്. അതിന്റെ പ്രാഥമിക 1 മണിക്കൂറത്തെ അവതരണം കഴിഞ്ഞ മുട്ടിപ്പടിയിലെ സ്വലാത്തു നഗറിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ CD നിങ്ങൾക്ക് വിപണിയിൽ കിട്ടുമ്പോൾ വാങ്ങണം. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത സമയങ്ങളിൽ എവിടെയെങ്കിലും അവതരിപ്പിക്കപ്പെടും. അതിലേക്ക് തൽക്കാലം ഞാൻ ഇവിടെ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തുന്നു. എല്ലാ അമ്പിയാക്കന്മാരെയും കാണുന്നു.
അക്കൂട്ടത്തിൽ അതാ നബിയുണ്ട്, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ കാണുന്നു. അങ്ങനെ എല്ലാവരെയും കണ്ടങ്ങ് പോയി. അവസാനമോ ഹത്താ ലിബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. നബിയേ, ഇനി അങ്ങോട്ട് വരാൻ എനിക്ക് പെർമിഷൻ ഇല്ല. കാരണം എന്താണ്? നല്ല മെഴുകുതിരിയുടെ മുമ്പിലൂടെ ലൈറ്റ് അടിച്ചാൽ ആ ലൈറ്റിന്റെ വെളിച്ചം പാസ് ചെയ്യും. അതേ സമയത്ത് ഈ ഫ്ലഡ് ലൈറ്റിന്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ചാൽ അതിന്റെ വെളിച്ചം പാസ് ചെയ്യില്ല. ഇതിനേക്കാൾ വലിയ പ്രകാശത്തിന് ഇതിന്റെ മുമ്പിലൂടെ പോകാൻ പറ്റൂ. ഇബ്രാഹിം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ച നൂറിൽ നിന്നാണ്. അതുകൊണ്ട് നൂറിന്റെ സാഗരം വിട്ടുകടക്കാൻ നൂറ് കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാമിന് കഴിയില്ല. അത് വിട്ടുകടക്കണമെങ്കിൽ ഡബിൾ ലൈറ്റ് വേണം. നൂറുൻ അലാ നൂർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാസ് ചെയ്യാൻ കഴിയോ? അതുകൊണ്ട് നൂറുൻ അലാ നൂറായ നബിയേ, തങ്ങള് പാസ് ചെയ്തോ, ഞാൻ വന്നാലും അവിടെ എത്തൂല നബിയേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാപഞ്ചികതയുടെ നിയമത്തിന്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ നിയമം പദാർത്ഥത്തിന്റെ നിയമമാണ്. വസ്തുക്കളെ കാണാൻ കണ്ണു വേണ്ട ലോകമാണ്. ശബ്ദങ്ങളെ കേൾക്കാൻ കാതു വേണ്ട ലോകമാണ്. അതേ സമയത്ത് അള്ളാഹുവിന്റെ ലോകമോ മസ്മൂആത്തുകളെയും മർഇയാത്തുകളെയും അഥവാ കാണുന്ന വസ്തുക്കളെയും കേൾക്കുന്ന വസ്തുക്കളെയും അള്ളാഹുവിന്റെ അടുക്കൽ ഇൽമെന്ന വിശേഷണമേ ഉള്ളൂ. അല്ലാഹ് കേൾക്കുന്നവനാണ്, എന്നാൽ കേൾക്കുന്നവനല്ല. അല്ലാഹ് കാണുന്നവനാണ്, എന്നാൽ കാണുന്നവനല്ല. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും നമ്മുടെ കാതുകൊണ്ട് കേൾക്കുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രാപിക്കുന്നതും ഇന്ദ്രിയങ്ങളോ കാതോ കണ്ണോ ഇല്ലാതെ അള്ളാഹുവിന് ലഭിക്കുന്നവനാണ്. അതുകൊണ്ടാണ് മുത്തഅല്ലിമീങ്ങളെ വല്ലാഹു സമീഉൻ ബസീർ എന്നതിന്റെ തഫ്സീറിൽ ജലാലൈനിയിൽ പല സ്ഥലത്തും ഐ ആലിമുൻ എന്നാണ് ബസീറിന് തഫ്സീർ കൊടുക്കുന്നത്, ഐ ആലിമുൻ എന്നാണ് സമീഇന് തഫ്സീർ കൊടുക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുഴുവനും ഇൽമ് അവിടുന്ന് സമഉ കൂടാതെ കിട്ടുന്നവനാണ്, ബസറു കൂടാതെ കിട്ടുന്നവനാണ്. അല്ലാഹുവിന് കണ്ണിന്റെ ആവശ്യമില്ല, അല്ലാഹുവിന് കാതിന്റെ ആവശ്യമില്ല. കാരണം കാന വമാ കാന മകാനും വലാ സമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളുടെയും ഉൽപ്പത്തിക്ക് മുൻപുള്ളവനാണ്. അല്ലാഹ് മാത്രമേ ഉള്ളൂ. കുന്തു കൻസൻ മഖ്ഫിയ ഫാറത്തു, ഞാൻ അവിടെ ഫാറത്തുൽ ഖൽഖ ഫഖലഖ്തുൽ ഖൽഖ, ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റൊരാളില്ല. അപ്പോഴല്ലേ എന്നെ അറിയപ്പെടലുണ്ടാവുക. ഞാൻ മാത്രമേ ഒരു ദ്വീപിലുണ്ടെങ്കിൽ എനിക്ക് പിന്നെ പേരില്ല, പ്രശസ്തിയില്ല, എന്നെ അറിയാൻ ആളില്ല. അതുപോലെ അല്ലാഹ് പറയുകയാണ് കുന്തു കൻസൻ മഖ്ഫിയ, ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റൊരു വസ്തുവുമില്ല, വ്യക്തിയുമില്ല, ശക്തിയുമില്ല. അപ്പൊ ഞാൻ എന്തു വേണം? എന്നെ അറിയണമെങ്കിൽ മറ്റൊരാൾ കൂടി വേണം. ഫഖലഖ്തുൽ ഖൽഖ, ഞാൻ അവിടുന്ന് സൃഷ്ടികർമ്മം നടത്തിയെന്ന് ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാനുള്ള ലോകത്തേക്ക് പോയി. ആ അല്ലാഹുവിന് കാതില്ല, അല്ലാഹുവിന് കണ്ണില്ല, അല്ലാഹുവിന് അവയവങ്ങളില്ല, അല്ലാഹ് പദാർത്ഥമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നമ്മളുടെ കണ്ണ് പോലെയല്ല. നമുക്ക് വസ്തുക്കളെ കാണാൻ പറ്റൂ, ശബ്ദങ്ങളെ കാണാൻ പറ്റൂല. നമുക്ക് ശബ്ദങ്ങളെ കേൾക്കാൻ പറ്റൂ, വസ്തുക്കളെ കേൾക്കാൻ പറ്റൂല. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ലിമിറ്റഡ് ആണ്. അപ്പൊ രൂപങ്ങളില്ലാത്ത അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാൻ കഴിയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഏറ്റവും ജനിത്തിലാണ്, ടോപ്പിലാണ്. ഫസുമ്മദനാ ഫതദല്ലാ, അല്ലയോ നബിയേ, അവിടുന്ന് അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ട് നബിയേ. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ,
അവിടുന്ന് അമ്പ് വില്ലോട് അടുക്കുന്നതിനേക്കാളും അടുത്തു. കാരണം അമ്പും വില്ലും അടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അടുപ്പമാണ്. ഇവിടെ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അടുപ്പമല്ല. കാരണം അല്ലാഹ് വസ്തുവല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹ് മെറ്റീരിയൽ അല്ല, അല്ലാഹ് പദാർത്ഥമല്ല. അങ്ങനെ അടുത്തു നബിയേ. ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അപ്പൊ അല്ലാഹു തആല സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് നബിയേ. അറിയുമോ സഹോദരന്മാരെ, ഇവിടെ മാത്രം ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റീസ് പറയാനുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്പൺ ഫോറത്തിൽ പറയുന്നതിന് സയന്റിഫിക്കായി ലിമിറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഗഹനമായി ഞാൻ കിടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി റസൂലുള്ളാഹി തങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ അസാധാരണത്വത്തിന്റെ അങ്ങേയറ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തി. ഖദറ റബ്ബഹു മിൻ ഗൈരി തംതീലിൻ വലാ തഅതീൽ വലാ തശ്കീൽ. അഥവാ സൃഷ്ടികളുടെ ഒരു ഗുണവും ഇല്ലാത്ത അല്ലാഹു തആല എത്രയെന്ന ചോദ്യം സൃഷ്ടിയെ കുറിച്ചുള്ളതാണ്, അള്ളാഹിനെ കുറിച്ചുള്ളതല്ല. എവിടെ എന്ന ചോദ്യം സൃഷ്ടിയെ കുറിച്ചുള്ളതാണ്, അള്ളാഹിനെ കുറിച്ചുള്ളതല്ല. എങ്ങനെയെന്നത് അള്ളാഹിനെ കുറിച്ച് പറ്റൂല, സൃഷ്ടിയെ കുറിച്ച് മാത്രമേ പറ്റൂ. എത്ര എന്ന ചോദ്യവും അള്ളാഹ്ക്ക് ബാധകമല്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ജുവൈനി തങ്ങൾ അവിടുത്തെ അഖീദ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് അൻ-നസീഹ എന്നൊരു കിതാബ് അഇമ്മത്ത് എഴുതിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ അങ്ങനെയാണ്. അല്ലാഹുവിനെ അവിടുന്ന് കാണുന്നു. വറആഹു ഐനൻ വഫുആദൻ മർഹബാ. അത് സ്വപ്നത്തിലാണോ? അല്ല അല്ല. വമാ കദബൽ ഫുആദു മാ റആ. കണ്ടത് കണ്ണുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഖുർആനിന്റെ പ്രയോഗം കണ്ടോ, വമാ കദബൽ ഫുആദു മാ റആ. കണ്ണുകൊണ്ട് കണ്ടതിനെ കൽബ് കളവാക്കിയിട്ടില്ല. അല്ലാതെ കൽബ് കൊണ്ട് കിട്ടിയതിനെ കണ്ണ് കണ്ടു എന്നല്ല ഖുർആൻ പറഞ്ഞത്. വമാ കദബൽ ഫുആദു മാ റആ. മാത്രമല്ല ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവരുന്നു എങ്ങനെയാണ് വഹി ഇറങ്ങുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന നിവേദനം, അഹ്യാനൻ മിഥല സൽസലത്തിൽ ജറസി. ചിലപ്പോൾ മണിയടിക്കുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കും. ഈ മണിയടിക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തരുന്ന ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഒരു മണിയടിക്കുന്നത് പോലെയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അതിൽ നിന്ന് റീഡ് ചെയ്യുന്നതോ പരിശുദ്ധമായ ഖുർആനാണ്. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാണ്. ഇതുപോലെ പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരി പഠിപ്പിച്ചു തരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക്, അല്ലാഹുവുമായി അറിയുന്നു, അല്ലാഹുവിനെ കാണുന്നു. അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. ഇമാം മുസ്ലിം അത് വിശദീകരിക്കുന്നു. അങ്ങനെ കണ്ടപ്പോഴോ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവേ, നിന്നെ അടിമകളുടെ പ്രതിനിധിയായി അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് കാണാൻ വന്നതാണ് അല്ലാഹ്. നിനക്കാണ് സർവ കാണിക്കകളും കാഴ്ചകളും. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. എല്ലാം അനുഗ്രഹീതമായ കാണിക്കകളും കാഴ്ചകളും തിരുകാഴ്ചകളും നിനക്ക് സമർപ്പിക്കുന്നു റബ്ബേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ മറുപടി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയെ, അവിടത്തേക്ക് സർവരക്ഷാ കടാക്ഷങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും തങ്ങൾക്ക് പ്രതിസമ്മാനമായി നൽകുന്നു നബിയേ. അനുയായികളെ മറന്നുപോകുന്ന നേതാവല്ല. പാർലമെന്റിൽ പോകുമ്പോ മണ്ഡലം മറക്കുന്ന MP അല്ല. MLA ആയി കഴിയുമ്പോൾ മണ്ഡലം വിട്ടുപോകുന്ന MLA അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ
അല്ലാഹുവേ നീ എനിക്ക് തന്ന രക്ഷ എനിക്ക് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് വേണം. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ വോട്ട് ചെയ്ത മണ്ഡലത്തിലെ മെമ്പർമാർക്കും വേണം അല്ലാ, സ്വാലിഹീങ്ങൾക്ക് മുഴുവനും വേണമേ അല്ലാ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാവർക്കും ആവശ്യമുണ്ട്. അത്തഹയ്യാത്തുൽ ഫുളൽ എന്ന തിരുകാഴ്ചകൾ അള്ളാഹുവിനെ സമർപ്പിച്ചു കഴിയുമ്പോ അള്ളാഹു തആല അവിടുന്ന് ഇദാ ഹുയ്യിതും ബിതഹയ്യത്തിൻ, നിങ്ങളോടൊരു അഭിവാദ്യം നൽകിയാൽ അതിനേക്കാൾ മനോഹരമായ പ്രത്യഭിവാദ്യം നൽകണമെന്ന് ഖുർആനിലൂടെ പഠിപ്പിച്ച അള്ളാഹു തആല അതിനേക്കാൾ മനോഹരമായ പ്രത്യഭിവാദ്യമാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ യാത്രയോ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന യാത്രയല്ല. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഒരു ഫ്ലൈറ്റ് ഉയരുമ്പോൾ ഇവിടെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു, ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നു, അപകടകരമായ മൂല്യവിന്യാസം നടക്കുന്നു. എന്താണ് ഈ അപകടകരമായ മൂല്യവിന്യാസം? കഴിഞ്ഞലക്കം സയൻസ് ഡൈജസ്റ്റ് പരിശോധിക്കുക. നമ്മുടെ വീട്ടിലുള്ള LCD ടെലിവിഷൻ വർക്ക് ചെയ്യുമ്പോൾ NF3 എന്ന മൂലകം അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ NF3 എന്ന മൂലകം ഓസോൺ പാളിക്ക് കേടുവരുത്തുന്നു. ഓസോൺ പാളിക്ക് കേടുവന്നാൽ സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് മനുഷ്യനിലേക്ക് പതിക്കുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൽ ആഗോള താപനമുണ്ടാകുന്നു. ആണവ കരാറിനേക്കാളും വലിയ അപകടം ഈ NF3 ഉൽപാദനത്തിലൂടെ ഉണ്ടെന്ന് സയൻസ് പഠിപ്പിക്കുമ്പോ ഇവിടെ വിമാനം ഉയരുമ്പോ അന്തരീക്ഷ മലിനീകരണമുണ്ട്, അപകടകരമായ മൂല്യവിന്യാസമുണ്ട്, അതിലേറെ വലിയ ശബ്ദ മലിനീകരണമുണ്ട്. ഒരു കാർ റോഡിലൂടെ പോകുമ്പോൾ ഒരുപാട് അപകടങ്ങൾ അന്തരീക്ഷത്തിന് സംഭവിക്കുന്നുണ്ട്. പക്ഷേ അള്ളാന്റെ റസൂൽ അവിടുന്ന് എല്ലാ യാത്രയും നടത്തുമ്പോ ഒരു കാർബൺ ഡൈ ഓക്സൈഡും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, ഒരു ഓക്സിജനും ഇല്ലായ്മ ചെയ്യപ്പെടുന്നില്ല, ഒരു ന്യൂട്രജനും നൈട്രജനും ഉണ്ടാക്കപ്പെടുന്നില്ല, ഒരു ഫോസ്ഫറസും ഉണ്ടാകുന്നില്ല. എല്ലാത്തിൽ നിന്നും വിമുക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര, അതാണ് ഖുർആൻ പറയുന്നത് ലതർകബുന്ന തബഖൻ അൻ തബഖ്. നബിയേ, അവിടുന്ന് ആകാശത്തിന്റെ ഓരോ സ്ഫിയറുകളെയും മണ്ഡലങ്ങളെയും അവിടുന്ന് കടന്നില്ലയോ നബിയേ? ആ യാത്രയിൽ ഒരു സമ്മാനം കൊടുക്കുന്നു. അവിടുന്ന് നമ്മുടെ മദ്രസയിലെ കലാസാഹിത്യ മത്സരത്തിൽ സമ്മാനം കൊടുക്കാൻ MLA വിളിക്കുന്നു. അതേ സമയത്ത് പത്മശ്രീ കൊടുക്കാൻ പ്രസിഡന്റിനെ വിളിക്കുന്നു. ലോകത്തിന് മുഴുവനുമുള്ള സമ്മാനം കൊടുക്കുവാൻ അല്ലാഹു തന്നെ തയ്യാറാകുന്നു. അത് സ്വീകരിക്കാനോ ലോക ജനതയുടെ മുഴുവനും പ്രതിനിധിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോക ജനതയുടെ മുഴുവൻ പ്രതിനിധി നബിയാണെന്ന് ആര് പറഞ്ഞു? യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഓ യാസീനായ നബിയേ, അവിടുന്ന് പ്രവാചകൻ തന്നെ. അതിന് മറ്റൊരു തഫ്സീർ മുഫസ്സിറുകൾ പറയുന്നു യാ ഇൻസാൻ, അല്ലയോ മനുഷ്യകുലമേ. ഈ രണ്ട് തഫ്സീറും കൂടെ ജംഅ് ചെയ്ത മുഫസ്സിറുകൾ പറയുന്നു മനുഷ്യ ലോകത്തിന് മുഴുവനുമുള്ള സമ്മാനം, യാ ഇൻസാനിനുള്ള സമ്മാനം അവരുടെ നേതാവായ യാസീന് കൊടുത്താൽ മതി, എല്ലാവർക്കും എത്തുമല്ലോ. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനുമുള്ള റഹ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുസ്തഫ ജാന റഹ്മത്ത് പലാക്കോ സലാം, ശംഅ ബസുമേ ഹിദായത്ത് പലാക്കോ സലാം. അവിടുന്ന് ഹിദായത്തിന്റെ കേന്ദ്രമാണ്, റഹ്മത്തിന്റെ ജീവനാണ്, കാരുണ്യത്തിന്റെ ആത്മാവാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നു 50 നേരത്തെ നിസ്കാരവും വാങ്ങി സന്തോഷത്തോടെ ഭൂമിയിലേക്ക് വരാൻ ഒരുമ്പെടുമ്പോഴാണ് വഴിയിൽ വെച്ചുകൊണ്ട് വിളിക്കുന്നു യാ മുഹമ്മദു. അല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ,
അള്ളാഹുവുമായി ലിഖാ കഴിഞ്ഞില്ലയോ? എന്തേ സമ്മാനം കിട്ടിയത്? 50 വഖത്ത് നിസ്കാരമാണ് മൂസാ നബിയേ. അത് നിങ്ങളുടെ ഉമ്മത്തിന് കഴിയില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന നിവേദനമാണ് ഞാൻ വായിക്കുന്നത്. അവിടുന്ന് കഴിയില്ല. അതുകൊണ്ട് അള്ളാഹിനോടൊരു ആനുകൂല്യം തേടണേ. 50 നഹ്വൽ 50 ഹത്താ ഹുദ്ദിദാ ബൈനൽ കലീമി വറഹീമി തറദ്ദദാ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെയും റഹീമായ അള്ളാഹുവിന്റെയും ഇടയിൽ 9 തവണ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി വരുന്നു. 50 നഹ്വൽ 50 ഹത്താ ഹുദ്ദിദാ. അങ്ങനെ 50 വഖത്ത് 5 വഖത്തായി ചുരുക്കുന്നു. ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം എന്ന വഫാത്തായ നബിയുടെ സഹായം സ്വീകരിക്കുന്നു. മൂന്നാമത്തതോ, രണ്ടാമത്തെ പ്രശ്നമോ, ഇതേ മൂസാ നബി അതാ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കലുള്ള ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നു. അപ്പൊ ഖബറിൽ നിന്ന് നിസ്കരിച്ച മൂസാ നബി ഇത്രയും കിലോമീറ്റർ ദൂരമുള്ള ആകാശമണ്ഡലത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതുകൊണ്ടാണ് അമ്പിയാക്കന്മാര് അസാധാരണക്കാരാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പല വിഷയങ്ങളും ചോദിക്കുമ്പോൾ അതിന്റെ വളരെ ഗഹനമായ തലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യസ്അലൂനക അനിൽ അഹില്ലത്തി ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. നബിയേ, അവിടുന്ന് ഹിലാലിനെ കുറിച്ച് ചോദിക്കാൻ വരുമ്പോൾ മാസപ്പിറവി പ്രശ്നമില്ലാതിരിക്കാനാണെന്ന് പറയുമെന്ന് ഖുർആനിലൂടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾ അവിടുന്ന് നോമ്പനുഷ്ഠിക്കുക, കാണുമ്പോൾ നിങ്ങൾ നോമ്പ് മുറിക്കുക. അതേ സമയത്തോ ഇന്നൂമിയലൈക്കും, നിങ്ങളുടെ മേലെ അവിടുന്ന് മേഘം മൂടിയാൽ ഫക്മിലൂ ഇദ്ദത സലാസീൻ, അപ്പൊ നിങ്ങൾ 30 ആക്കിക്കോളൂ. കാരണം അറബ് മാസം 28 അല്ല 31 അല്ല എന്ന് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരായ സ്വഹാബത്തിന് വേണ്ട വിഷയം പറഞ്ഞു കൊടുത്തു. അതേ സമയത്തോ മറ്റൊരു സ്ഥലത്ത് കാണാം, യസ്അലൂനക അനിർ റൂഹ്. നബിയെ, ആത്മാവിനെ കുറിച്ച് ചോദിക്കുമ്പോ തങ്ങൾ പറയേണ്ടത് എന്താണ്? ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അത് ഗവേഷണത്തിന് പറ്റിയ വിഷയമല്ല. അത് മൈക്രോസ്കോപ്പിലൂടെയോ ടെലസ്കോപ്പിലൂടെയോ സ്റ്റെതസ്കോപ്പിലൂടെയോ സ്കാനിങ്ങിലൂടെയോ എക്സ്റേയിലൂടെയോ CT സ്കാനിലൂടെയോ മറ്റേതെങ്കിലും ഒന്നിലൂടെ കിട്ടുന്നതല്ല എന്ന് പറയണം നബിയേ. യസ്അലൂനക അനിർ റൂഹ്. അതേ സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് 2 മറുപടിയും പറഞ്ഞിട്ടുണ്ട്. യസ്അലൂനക അനിൽ മഹീളി, ഹൈലുകാരിയെ കുറിച്ച് ചോദിക്കും. അപ്പൊ ചോദിക്കുന്ന ഹൈലുകാരിയുടെ ഹൈലിന്റെ ഒറിജിൻ എന്താണെന്നല്ല, അവളുമായി കൂടാൻ പറ്റുമോ എന്നാണ്. അത് പറ്റില്ല മോനെ എന്ന് പറഞ്ഞു കൊടുക്കണം. അത് അതെയാണെന്ന് പറയണമെന്ന് ഖുർആൻ പറഞ്ഞു. അതേപോലെയുള്ള ഒരു പെണ്ണ് തന്നെ വന്ന് ചോദിക്കുന്നു, നബിയെ ബ്ലീഡിംഗ് ഉണ്ട് നബിയെ, മോളെ പഞ്ഞി വെക്ക് മോളെ. അല്പം അവിടം പറയുന്നു, ആ പഞ്ഞി കൊണ്ട് നിൽക്കില്ല നബിയെ, എന്നാലൊരു ബാൻഡേഡ് കിട്ടുമോളെ, എന്നാലും നിൽക്കില്ല നബിയെ, എന്നാ നല്ലൊരു തുണി ഉപയോഗിച്ച് കെട്ടുമോളെ, എന്നാലും നിൽക്കില്ല നബിയേ. ഞാൻ നിസ്കരിക്കണോ നബിയേ? മോളെ, അത് മെൻസസിന്റെ പീരീഡ് കഴിഞ്ഞിട്ടും വന്നാൽ അത് മെൻസസിന്റെ ഭാഗമല്ല, അത് രോഗത്തിന്റെ കാരണമായ ബ്ലീഡിംഗ് ആണ്, നീ നിസ്കരിച്ചോ എന്ന് മെഡിക്കൽ സയൻസിന്റെ വളരെയേറെ ഡീപ്പായ പാഠങ്ങൾ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ഗവേഷണം നടത്തണ്ട. വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അത് അല്ലാഹുവിന്റെ പരമാധികാരമുള്ള വിഷയമാണ്, അല്ലാതെ താൽക്കാലിക അധികാരം പോലും നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് ഖുർആൻ അവിടുന്ന് പറയുന്നു. അപ്പോൾ ആ ആത്മാവുകളുടെ സഞ്ചാരം എങ്ങനെ? ഇതറിയാത്ത ചില ആളുകളാണ് മരണപ്പെട്ടവർ സഹായിക്കില്ല എന്ന് പറയുന്നത്. മരണപ്പെട്ടവർ സഹായിക്കൂല എന്ന് പറയുന്ന ആളുകൾ 50 വഖത്ത് നിസ്കരിക്കണം. കാരണം എന്താ? മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹായം കൊണ്ടാണ് ഈ 50 വഖത്ത് നിസ്കാരം 5 ആയി ചുരുങ്ങിയത്. ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ അവിടെ എത്തി? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ എങ്ങനെ നിസ്കരിച്ചു? ആ ഖബറിൽ നിസ്കരിക്കുന്ന മൂസാ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കണ്ടു? ഇതെല്ലാം പുത്തൻവാദികൾക്ക് അപകടമുള്ള ചോദ്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളമോ അങ്ങനത്തെ ഒന്നും വിഷയമില്ല. കാരണം എന്താ? നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്.
നമ്മളതിൽ വിശ്വസിക്കുന്നുണ്ട്. ആജിയാർക്ക് നെഞ്ചുവേദന പിടിച്ചു, തൊട്ടടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നു, പറഞ്ഞു ബ്ലോക്കാണ്. വിശ്വസിക്കുക തന്നെ. എന്ത് ബ്ലോക്ക്? വഴിയിലെ ബ്ലോക്കാണെങ്കിൽ കാണാം, ആർട്ടിലെ ബ്ലോക്കാണ്. പിറ്റേന്ന് പറഞ്ഞു 1,00,000 രൂപ വേണം. റൂമിൽ കടത്തി, എന്തോ ചില കസരത്ത് കാണിച്ചു, ബ്ലോക്ക് നീങ്ങി. ആമന്ന സല്ലംന. ലക്ഷങ്ങൾ ചെലവാക്കി ഇഅ്തിഖാദ് ചെയ്യുന്നു. എന്റെ നെഞ്ചത്തൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിലീസ് ചെയ്തു, എന്റെ രോഗം മാറി. ഇതൊക്കെ വിശ്വസിക്കുന്ന മറഞ്ഞ കാര്യത്തിലുള്ള വിശ്വാസമാണ്. വിശ്വസിക്കുക മാത്രമല്ല, ആ വിശ്വാസത്തിൽ ലക്ഷങ്ങൾ മുടക്കുകയും ചെയ്യുന്നു. ആരറിഞ്ഞു ഇനി വായു കയറിയതും ഒരു ഗുളിക തന്നപ്പോൾ അതങ്ങ് മാറുകയും ചെയ്തതാണ്? ബ്ലോക്ക് ഇല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? അല്ലാഹു അഅലം. ഇതുപോലെ പ്രാക്ടിക്കൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അംഗീകരിക്കുന്നു. അപ്പൊ നമ്മുടെ സ്വന്തം ബോഡിയിലെ ബ്ലോക്ക് പോലും അറിയാൻ കഴിയാത്ത നമ്മൾ പ്രപഞ്ചത്തിന്റെ അള്ളാഹുവിന്റെ വിജ്ഞാനത്തിന്റെ മണ്ഡലങ്ങളിൽ എല്ലാ രഹസ്യങ്ങളും അറിയണമെന്ന് വാദിക്കുന്നത് യുക്തിയല്ല. കാരണം ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ലിനുരിയഹു മിൻ ആയാതിനാ. ഈ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു തആല കൊടുത്ത മഹത്വം എത്രയാണ്! അവിടുന്ന് മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ പറയുന്നു, വറഅ അജായിബ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐന മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നിൻ ഹവാഹു ഉലൂമാ. അവിടുന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ ഇൽമേതാണ്? മാനുഷിക മണ്ഡലവും അതിന്റെ രഹസ്യങ്ങളും, മാലാഖാ മണ്ഡലവും അതിന്റെ രഹസ്യങ്ങളും, അള്ളാഹുവിന്റെ അധികാര കേന്ദ്രങ്ങളും അതിന്റെ രഹസ്യങ്ങളും. അതാണ് ജബറൂത്ത് കൊണ്ടുള്ള ഉദ്ദേശം. മാലാഖയുടെ മണ്ഡലമാണ് മലക്കൂത്ത് കൊണ്ടുള്ള ഉദ്ദേശം. മനുഷ്യന്മാരുടെ ലോകമാണ് നാസൂത്ത് കൊണ്ടുള്ള ഉദ്ദേശം. ഐനൻ മുദർരിസ മസ്ജിദിൽ ലാഹൂതി. അള്ളാഹുവിന്റെ വിജ്ഞാനങ്ങളുടെ കവാടമായ മുദർരിസുൽ ലാഹൂത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം അറിഞ്ഞ രാത്രിയാണ്. അങ്ങനെയാണ് അതിന്റെ വ്യാഖ്യാനം അയിമ്മത്ത് പഠിപ്പിക്കുന്നത്. മസ്ജിദുൽ ലാഹൂത്തിന്റെ മുദർരിസ് ആരാണ്? മസ്ജിദുൽ ലാഹൂത്ത് അള്ളാഹുവിൻ്റെതാണ്. അതിലെ മുദർരിസ് ആരാണ്? അള്ളാഹുവിന്റെ റസൂലാണ്. അതിമാ മുസ്ലിം പഠിപ്പിച്ചതാണ്. അന ഖാസിമുൻ വല്ലാഹു യുതി. അള്ളയാണ് വിജ്ഞാന ഭണ്ഡാരങ്ങളുടെ ദാതാവ്, അതേ സമയത്ത് അതിന്റെ വിതരണക്കാരൻ ഞാനാണ്. മുദർരിസിന്റെ പണി ഇൽമ് വിതരണം ചെയ്യലാണ്, അല്ലാതെ പള്ളി ഉണ്ടാക്കലല്ല. ആ മുദർരിസ് ആരാണ്? ഐനം മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നിൻ ഹവാഹു ഉലൂമാ. ഇങ്ങനെ എത്രയെത്ര അഭൗമിക സൂപ്പർ നാച്ചുറൽ അവിടുന്ന് ഇൽമുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയതെന്നറിയുമോ? അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഴുവൻ ഇൽമുകളും കിട്ടുന്നു. ലൗഹിലെ ഇൽമു അല്ലാഹുവിന്റെ ഇൽമിൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമിന്റെ ഭാഗമാണ്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. നബിയെ, അവിടുത്തെ ഇൽമിന്റെ അംശം മാത്രമേ ലൗഹിലെ ഇൽമുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അൽ ഉംദ ശറഹുൽ ബുഖാരിയിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. മാത്രമല്ല മഹാന്മാരായ അമ്പിയാക്കന്മാരും വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഖറഫൻ മിനൽ ബഹരി ഔ കശ്ഫൻ മിനദ്ദീനി യാഖിഫൂന ലദീഹി ഇൻദ ഹദ്ദിൻ من نقطة المئة من شكلة الحكم. എല്ലാ അമ്പിയാക്കന്മാരും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജ്ഞാനത്തിൽ നിന്ന് അല്പം ചില ശീലങ്ങളും എടുത്തിട്ട് വന്ന് വിതരണം നടത്തിയവരാണ്. കാരണം ഈ നബിക്ക് ബനു ഇസ്രായേലിനെ നോക്കിയാ മതി, മൂസ നബിക്ക് അവിടുത്തെ ഉമ്മത്തിനെ നോക്കിയാ മതി, ആ നബിക്ക് അവിടുത്തെ കാലത്ത് നോക്കിയാ മതി, അപ്പൊ കുറച്ച് മതി. അതേസമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റഹ്മത്തുൽ ആലമീൻ, ലോകത്തെ മുഴുവനും നോക്കുന്ന പണിയുണ്ട്. വഖാതമൻ നബിയീൻ, ലോകം മുഴുവനും നോക്കുന്ന പണിയും അവസാനം നോക്കുന്ന പണിയുമുണ്ട്. അതുകൊണ്ട് എല്ലാ ഇൽമിന്റെയും കേദാരമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സല്ലല്ലാഹുവും വാങ്ങി തിരിച്ചങ്ങ് മക്കത്തേക്ക് വരുന്നു. ഞാൻ മേറാജ് അങ്ങ് ചുരുക്കിയതാണ്, സമയത്തിന്റെ പരിമിതി പരിഗണിച്ചതാണ്. അങ്ങനെ മേറാജ് കഴിഞ്ഞിട്ട് തിരിച്ചങ്ങ് വരുമ്പോ ആയിഷ ബീവിയുടെ അമ്മേനം ഒന്നുകൂടി വായിക്കട്ടെ. തലത്തിന് എഴുന്നേറ്റ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ ചൂട് പോലും മാറാത്ത അത്ര കുറച്ച് സമയമേ എടുത്തിട്ടുള്ളൂ. ഇത് മുഴുവനും ചെയ്യാൻ ഇത് ആധുനിക സയൻസിനോട് പറ്റും മുസ്ലിയാരെ, കുഴപ്പമൊന്നുമില്ല. 60 കിലോ ഈമീള മനുഷ്യൻ അവിടെ 12ലേക്ക് ചെല്ലുമ്പോ 10 കിലോയേ ഉള്ളൂ. കാരണം 6 വെയിറ്റേ ഉള്ളൂ. അവിടുന്ന് ചന്ദ്രനിലെ ഒരു ദിവസം, ഭൂമിയിലെ 2 ആഴ്ചയാണ്. ഇതുപോലെ ലോകത്തിന്റെ ഗോളങ്ങൾ വ്യത്യാസപ്പെടുമ്പോഴും സ്ഫിയർ വ്യത്യാസപ്പെടുമ്പോഴും സമയത്തിന്റെ വ്യത്യാസമുണ്ട്, മാസിന്റെ വ്യത്യാസമുണ്ട്. ചന്ദ്രനിൽ പോയി അടക്കം പറഞ്ഞാൽ കേൾക്കൂല, അവിടെ വായുവില്ല, അവിടെ ഓക്സിജൻ ഇല്ല. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നയാളോ അവിടുന്ന് ഓക്സിജനും കൂടി കൊണ്ടുപോയാലേ അവിടെ 10 ഏക്കർ വാങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇത് മുഴുവനും ശാസ്ത്രലോകം പഠിപ്പിക്കുമ്പോ ഇതിനെ മുഴുവനും പരാജയപ്പെടുത്തിയ മുഅ്ജിസത്തിന്റെ നേതാവാണ് സയ്യിദി വ മലാദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും മഹത്വമാർന്ന രാവുകളെ അവിടുന്ന് പഠിക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്ന് കിടക്കുന്ന കിടപ്പറയുടെ ചൂട് എങ്ങനെയാണ് പറയുക? ഇത് ഹിജറയ്ക്ക് 1 കൊല്ലം മുമ്പല്ലേ എന്ന് മഹാന്മാര് ചിലർ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മറുപടിയും തൊട്ടടുത്ത് തന്നെ അയിമ്മത്ത് പറയുന്നുണ്ട്. ആ സമയത്തിന്റെ ചുരുക്കം പറയാനുള്ള സൂചനയാണെന്ന് ഹദീസിന്റെ വ്യാഖ്യാനമുണ്ട്. ഇതുപോലെ അയിമ്മത്ത് മുഴുവനും വിശദീകരണം നൽകിയ ഇസ്രാ എന്ന ആ പ്രാഥമിക യാത്രയും മേറാജ് എന്ന ഒഫീഷ്യൽ സന്ദർശനവും നമ്മുടെ അനുസ്മരണത്തിന്റെ മേഖലയിലേക്ക് വരുമ്പോ ഓരോ കാലഘട്ടങ്ങളിലും അതിനനുസൃതമായി വ്യാഖ്യാനിക്കപ്പെടേണ്ട യാത്രയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ദിവസത്തിന്റെ യാത്രയിൽ നിന്ന് പത്മഭൂഷണോ പത്മശ്രീയോ ഇതൊക്കെ കിട്ടുന്നതിനേക്കാൾ വലിയ സമ്മാനം വാങ്ങി നമ്മുടെ നേതാവ് വന്ന ചടങ്ങിൽ നമുക്ക് കിട്ടിയ സമ്മാനം ഏതാണ്? അസ്സലാ ബൈനൽ മർഇ വ ബൈനൽ കുഫ്രി തർക്കുസ്സലാ من ترك صلاة الصبح فهو خارج عن ذمة الله من صلى صلاة الصبح فهو في ذمة الله. മോനെ, ഇസ്ലാമിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വിഷയം എന്താണ്? അത് നിന്റെ പരിശുദ്ധമായ നിസ്കാരമാണ്, നിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. കാരണം ലികുല്ലി സുലാമ സദഖ, എല്ലാ കെണിപ്പിനും സദഖയുണ്ട്. ഓരോ കെണിപ്പുകളും അള്ളാഹ്ക്ക് സദഖ കൊടുക്കണം. നിന്റെ വാഹനം റോഡിലൂടെ പോകാൻ റോഡിന്റെ ടാക്സ് കൊടുക്കണം. എന്നാലേ ഗവൺമെന്റ് നിന്റെ വാഹനം വിടുകയുള്ളൂ. അല്ലെങ്കിൽ വഴിയിൽ വെച്ച് പോലീസുകാർ പിടിക്കും. നിന്റെ വാഹനത്തിന് അപകടമുണ്ടായാൽ ഇൻഷുറൻസ് കിട്ടൂല. അതൊക്കെ റോഡ് ടാക്സ് അടച്ചില്ലെങ്കിലുള്ള കംപ്ലൈന്റ് ആണ്. അതുപോലെ രാവിലെ സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ റോഡ് ടാക്സ് അടയ്ക്കാത്ത വാഹനം ഓടിക്കും പോലെയാണ്. എവിടെയെങ്കിലും അപകടം സംഭവിച്ചാൽ ഫഹുവ ഖാരിജുൻ അൻ ദിമ്മത്തില്ലാഹ്, അവൻ ഇൻഷുറൻസിൽ നിന്ന് പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതേ സമയത്ത് ടാക്സും ഇൻഷുറൻസും ഒക്കെ അടയ്ക്കുന്ന കൃത്യമായ ഉപഭോക്താവാണോ? ലൈസൻസും കയ്യിലുണ്ടോ? ആ ക്ലെയിമും ക്ലിയർ ആണോ? എന്നാൽ ഇൻഷുറൻസ് കമ്പനിക്കാരൻ പൈസ തരും. അതുകൊണ്ട് നീ കൃത്യമായ പേപ്പർ ഉള്ളവനായി ദുനിയാവിൽ സഞ്ചരിക്കണമെങ്കിൽ മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ് കേട്ടോ. അതുകൊണ്ടാണ് നിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിന്റെ ഓരോ അവയവത്തിനുമുള്ള സ്വതക്ക വീടലാണ്. നീ എവിടെ നിന്ന് കയ്യങ്ങുയർത്തിയിട്ട് കെട്ടുന്നു? ഇതാ ഒരു കെണിപ്പിന്റെ സ്വതക്കയങ്ങ് കഴിഞ്ഞു. നീ ഇവിടെ ഒരു മടല് വെച്ച് കെട്ടിയിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കിയേ. നീ വാരുന്ന ഭക്ഷണം അടുത്ത പഞ്ചായത്തിലെ കാക്കാടെ വായിലെത്തു, നിന്റെ വായിലെത്തൂല. അതുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കാൻ മടങ്ങിത്തരുന്ന ഈ കൈയുടെ ഈ കെണിപ്പിന് സ്വതക്ക വേണം കേട്ടോ. അതാണ് നീ അങ്ങ് കൈകെട്ടുന്നത്. ലികുല്ലി സുലാമ സ്വതഖ. അങ്ങനെ നിന്റെ വിരലുകളുടെ ഈ 3 മടക്കുണ്ട്. ഇതിങ്ങനെ നേരെയാക്കിയിരുന്നെങ്കിലോ നിനക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല, നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഓരോ കെണിപ്പ് കൊണ്ട് നീ ഉപയോഗം എടുക്കുന്നുണ്ട്. ഇതിന് മുഴുവനും നീ സ്വതഖ കൊടുക്കണം കേട്ടോ.
അവസാനം അത്തഹിയ്യാത്ത് വരെ ആകുമ്പോ നീ എന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ കാലിന്റെ വിരലിന്റെ 3 മടക്കുകൾക്കും നീ സദക്ക കൊടുത്തു കഴിഞ്ഞു. നിന്റെ കൈയുടെ ഈ മണിബന്ധത്തിന് നീ സദക്ക കൊടുത്തു കഴിഞ്ഞു. ഈ ഒടിവിന് നീ സദക്ക കൊടുത്തു കഴിഞ്ഞു. ഈ കണിപ്പിന് നീ സദക്ക കൊടുത്തു കഴിഞ്ഞു. അരയ്ക്കുള്ള സദക്ക റുക്കോയിലും ഉയരുമ്പോഴും കൊടുത്തു കഴിഞ്ഞു. കാൽമുട്ടിനും മടമ്പുകാലിനും എല്ലാത്തിനുമുള്ള സദക്ക സുജൂദിലങ്ങ് കൊടുത്തു കഴിഞ്ഞു. തലയ്ക്കുള്ള സദക്കയും കൊടുത്തു, കണ്ണിനുള്ള സദക്കയും കൊടുത്തു, കാതിനുള്ള സദക്ക നീ അതിലേക്ക് ഇൻസാത്ത് കൊണ്ട് കൊടുത്തു. അങ്ങനെ എല്ലാം കൊടുത്തു കഴിയുമ്പോ അത്തഹിയ്യാത്തിരിക്കുമ്പോ ആലോചിക്കുകയാണ്, എല്ലാ കണിപ്പിനുമുള്ള സദക്കയായോ? ഇല്ല ഇല്ല, ഒരു 2 കണിപ്പിന്റെ സദക്ക ബാക്കിയുണ്ട്. അതൊന്ന് ഈ ഭാഗത്തുള്ള ഞരമ്പാണ്, ഒന്ന് ഈ ഭാഗത്തുള്ള ഞരമ്പുമാണ്. അതുകൂടി അങ്ങ് വീടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിന്റെ കണിപ്പിന് മുഴുവനും നീ ടാക്സ് അടച്ചവനായി. ഇത് 5 നേരമാണ് ദിവസം കൊടുക്കേണ്ടത്. ഈ ടാക്സ് ഒടുക്കിയില്ലെങ്കിൽ നീ അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാണ്, കേട്ടോ. അതേ സമയത്തോ നമ്മുടെ ചില ടാക്സുകൾക്ക് ഇളവ് ഹാർട്ട് അറ്റാക്ക് പിടിച്ച ആളുകൾക്കുണ്ട്. അതുപോലെ തന്നെ ചില സ്പെഷ്യൽ രോഗങ്ങളോ മറ്റോ ഉള്ളവർക്ക് നമ്മുടെ നാട്ടിൽ പല ആനുകൂല്യങ്ങളുമുണ്ട്. അതുപോലെ നീ യാത്രക്കാരനാണെങ്കിൽ നിനക്ക് ടാക്സ് കുറച്ചു കൊടുത്താൽ മതി. 2 നേരത്തെ നിസ്കാരം 1 നേരത്തെ നിസ്കരിക്കാനുള്ള ജംഇന്റെ ആനുകൂല്യമുണ്ട്. 4 റക്അത്ത് 2 ചുരുക്കാനുള്ള റിഡക്ഷൻ ഉണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ട്രെയിനിൽ കൺസെഷൻ ഉള്ളതുപോലെയാണ്. അതുപോലെ എല്ലാ ആനുകൂല്യങ്ങളും നിന്റെ കണിപ്പുകൾക്ക് സദഖയുണ്ട്, കേട്ടോ. ലികുല്ലി സുലാമ സദഖ, അത് മുഴുവനും വീടുന്ന ഇബാദത്താണ്. അസ്സലാത്തു ഇമാദുദ്ദീൻ, അത് ദീനിന്റെ തൂണാണ് മോനെ. മൻ തറകഹാ ഫഖദ് ഹദമദ്ദീൻ, ഒരുത്തൻ അത് ഉപേക്ഷിച്ചാൽ അവൻ ദീനിനെ പൊളിച്ചവനാണ്. വമൻ അദ്ദഹാ ഫഖദ് ആനദ്ദീൻ, അത് വേണ്ടതുപോലെ വീടിയാൽ അവൻ ദീനിന്റെ സഹായിയാണ്. അതുകൊണ്ട് പഠിച്ചോളൂ, ആ കിട്ടിയ നിസ്കാരമാകുന്ന സമ്മാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേരണം, അള്ളാഹുവിലേക്ക് സംഭാഷണം നടത്തണം. ഇനി ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ വൈകിയതി കൊണ്ട് നിർത്തിക്കോളാം. ഇത് മുഴുവനും നൽകുന്ന മേറാജിന്റെ രാത്രിയും ഇസ്രാഇന്റെ യാത്രയും ലോക സയൻസിനെ മുഴുവനും ഞെട്ടിത്തെറിപ്പിക്കുമ്പോഴും അള്ളാഹു എന്ന ഉടമസ്ഥനോട് അടിമകളുടെ പ്രതിനിധി സന്ധി വെച്ച ദിവസമാണ്. ഈ ദിവസത്തിൽ ചില രംഗങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു. വഹുവ ബിൽ ഉഫഖിൽ അഅ്ലാ എന്ന കിതാബിൽ ഹദീസ് ഉദ്ധരിച്ച് പഠിപ്പിക്കുന്നു. എന്താണെന്നല്ലയോ, മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അങ്ങ് പോകുമ്പോ വഴിയിൽ വെച്ചുകൊണ്ട് കാണുന്നു ഒരാൾ ഇടത് സൈഡിൽ നിന്നൊരു വിളിയാണ്, വാ മുഹമ്മദാ, ഓ മുഹമ്മദ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞില്ല. ഉടനെ ഒരു ചോദ്യമാണ് ജിബ്രീൽ അലൈഹിസ്സലാമേ, ആ വിളി ആരുടേതാണ്? വഹുവ മിനൽ യഹൂദ്, അത് യഹൂദികളുടെ വിളിയാണ് നബിയേ. അവിടുന്ന് അങ്ങാണം തിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ അവിടുത്തെ സമുദായം ജൂത ശൈലിയിലേക്ക് മാറുമായിരുന്നു നബിയേ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നസ്രാണികളുടെ വിളിയുണ്ട്, അതിനും നബി തങ്ങൾ ഉത്തരം ചെയ്തില്ല. പിന്നെ അങ്ങോട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്ക ചെല്ലുമ്പോണ്ട് അതാ നരച്ച ഒരു കിളവൻ ഇങ്ങനെ മാറി നിൽക്കുന്നു. എത്ര വലിയ ഭാഗ്യം കിട്ടിയ കിളവനാണ്, എത്ര വലിയ ദൗർഭാഗ്യമുള്ള കിഴവനുമാണ്. കാരണം എല്ലാ അമ്പിയാക്കന്മാരെയും കണ്ടത് ഇബിലീസേ ഉറപ്പുള്ളല്ലോ. എല്ലാ അമ്പിയാക്കന്മാരുടെ ദർബാറിലും പോയ ആളാണ് ഇബിലീസ്. പക്ഷേ അല്ലാഹു തആല ബഹുമാനിക്കാൻ പറഞ്ഞത് ബഹുമാനിച്ചില്ല. അതുകൊണ്ട് എത്ര ഖുർആൻ ക്ലാസ് എടുത്തെന്ന് വിചാരിച്ചാലും ബിദ്അത്തുകാരന്റെ ഈമാനാവൂല. കാരണം ഇബിലീസ് കാണാത്ത അമ്പിയാക്കന്മാരില്ല. അപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാണുന്നു ഒരു കിഴവൻ തിരിഞ്ഞു നിൽക്കുന്നു. അതാരാണ്? അത് ഇബ്ലീസാണ് നബിയേ. കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോ സുന്ദരിയായ ഒരു പെണ്ണ് നിൽക്കുന്നു. അവിടുന്ന് മാർദ്ദവമായി മാടി വിളിക്കുന്നു. മുത്തുനബി അങ്ങോട്ട് തിരിഞ്ഞതേയില്ല, അവൾ അങ്ങോടി പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അതാരാണ്? ജിബ്രീൽ. അത് ദുനിയാവാണ്. സുയ്യിനല്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവിനെ കുറിച്ച് അല്ലാഹ് സീനത്താണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അലങ്കാരമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ സൗന്ദര്യമാകുന്ന പെണ്ണ് ദുനിയാവിന്റെ രൂപമായി അവിടെ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചില്ല. അവിടുന്ന് എങ്ങാനും സ്വീകരിച്ചിരുന്നെങ്കിൽ നബിയേ എല്ലാവരും ദുനിയാവിന്റെ അടിമയാകുമായിരുന്നു നബിയേ.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ കാണുന്ന കാഴ്ചകളോ ഒന്നുകൂടി ഭീകരമായ രംഗങ്ങളാണ് പിന്നീട് കാണുന്നത്. എന്താണ് കാണുന്നത്? മുന്നോട്ട് പോകുമ്പോഴതാ ഒരാൾ ഇങ്ങനെ രക്തത്തിന്റെ സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് എടുക്കുന്നു, കരയിൽ നിന്ന് വീണ്ടും അതിലേക്ക് തള്ളിവിടപ്പെടുന്നു, മുങ്ങി വലിക്കുന്നു. അതാരാണ്? വഹുവ ആക്കിലുർ റിബാ, അവൻ പലിശ തിന്നുന്നവനാണ്. 50,000 രൂപ ആസ്തിയുള്ളപ്പോ പിന്നൊരു 1,00,000 ലോണും കൂടിയെടുത്ത് ഉള്ള 50,000 കൂടെ ഹറാമിൽ കലക്കുന്ന പലിശക്കാരനാണ്. അതാ പറയുന്നു വഹുവ ആക്കിലുർ റിബാ. പിന്ദ്വാരം തുന്നപ്പെടുകയും അവിടുന്ന് തിന്നാനുള്ള വായ അവിടുന്ന് പൂട്ടപ്പെടുകയും ചെയ്ത മൃഗങ്ങളുണ്ട്, അവിടെ തോപ്പിലൂടെ നടക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടപ്പോഴേ എനിക്ക് അത്ഭുതം തോന്നി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അത് സക്കാത്ത് കൊടുക്കാത്തവനാണ്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കണം, കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം, കൃഷിയുള്ളവരുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ സക്കാത്ത് കൊടുക്കപ്പെടേണ്ടതിന്റെ സക്കാത്ത് കൊടുത്തോ. റമദാൻ മാസത്തിൽ ചില്ലറ വിതരണം കൊണ്ട് സക്കാത്താവൂല. അതിന് വർഷം തികയുന്ന സമയത്ത് സ്വർണമായാലും ആസ്തിയായാലും അതിന്റെ വർഷം തികയുന്ന സമയത്ത് കണക്കാക്കിയിട്ട് കൊടുക്കണം, അല്ലാതെ സക്കാത്താവൂല. സക്കാത്ത് കൊടുക്കാത്തവർക്ക് ശിക്ഷയുണ്ട്. അതാ രണ്ടാമത് കാണുന്നു, 2 തളികയിൽ, ഒരു തളികയിൽ ഭക്ഷണമുണ്ട്, അതിന് നാറ്റമുണ്ട്. ഇടതു തളികയിൽ വലത് കൈയിൽ ഭക്ഷണമുണ്ട്, തളികയുണ്ട്, ഭക്ഷണത്തിന് സുഗന്ധമുണ്ട്. പക്ഷേ വലത് കൈയിലുള്ള സുഗന്ധ ഭക്ഷണം മാറ്റിവെച്ചിട്ട് ഇടത് കൈയിലുള്ള ദുർഗന്ധ ഭക്ഷണം നുണഞ്ഞുകൊണ്ട് നടക്കുന്നു. ചില ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. അതാരാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അവരാരാണ്? അസ്സുനാത്തു വസ്സവാനി, അവര് വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ്. ഹലാലായ ഭാര്യയെ വീട്ടിൽ കിടത്തിയിട്ട് വേശ്യാലയത്തിൽ പോയവനുണ്ട്, ഹലാലായ ഭർത്താവ് ഗൾഫിലുള്ളപ്പോ ഇവിടെ വേലിചാടിയവളുണ്ട്. അങ്ങനെയെല്ലാം മാറിയിട്ട് തോന്നിവാസം ചെയ്തവരാണ്. അല്ലാഹ് ഹലാലാക്കിയ ഭാര്യ വരുന്നത് വരെ കാത്തിരിക്കാതെ അവിടുന്ന് ഹറാമായ വ്യഭിചാരത്തിലേക്ക് പോയവനുണ്ട്, പോയവളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ശിക്ഷയാണ്. അതുകൊണ്ട് മേറാജിന്റെ സന്ദേശം നിന്റെ ജീവിതത്തെ ശുദ്ധിയാക്കിക്കോ മോനെ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ലോകത്ത് എത്ര വലിയ ആഗോളവൽക്കരണം വന്നാലും എത്ര വലിയ ടെക്നോ ഡെവലപ്മെന്റ് വന്നാലും ആണും പെണ്ണും കൂടി ഇടകലരുന്നതിന് ശരീഅത്ത് അനുവദിച്ചിട്ടില്ല. പെണ്ണിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കൽ ഹറാമാണ്. ആണും പെണ്ണും കാലിയായ ഒരു ഓഫീസിൽ ഒറ്റയ്ക്കിരിക്കൽ ഹറാമാണ്. അവരുമായി ഇഖ്തിലാത്ത് ഹറാമാണ്. ലോകം തിരിയാത്ത മതമെന്ന് ആരോപിച്ചത് കൊണ്ട് വ്യഭിചാരം കുറയുന്നില്ലല്ലോ. LKG പെണ്ണിന് പോലും പഠിക്കാൻ പോകാൻ പറ്റാത്ത കാലമായത് ആണും പെണ്ണും തമ്മിലുള്ള വേലികൾ കെട്ടഴിച്ചത് കൊണ്ടല്ലേ. അതുകൊണ്ട് അവിടുന്ന് കണ്ണുകൊണ്ട് അന്യ പെണ്ണിനെ നോക്കിയിട്ട് സുഖിക്കൽ ഹറാമാണ്, വ്യഭിചാരമാണ്. കൈ കൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് അന്യ പെണ്ണിന് കൊടുക്കൽ കൈയുടെ വ്യഭിചാരമാണ്. ഐ ലവ് യു എന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യൽ മോനെ അത് ഹറാമാണ്. നീ വിചാരിച്ചോ അല്ല മണ്ടനാണെന്ന്? നീ എവിടുന്ന് സൂപ്പർ മാർക്കറ്റിലേക്കൊന്ന് പോയി നോക്ക്, ഹമാമിന്റെ സോപ്പൊന്ന് വാങ്ങ്. സൂപ്പർ മാർക്കറ്റുകാരൻ ഒരു ലൈറ്റ് അടിക്കുന്ന ഒരു സീരിയൽ കോഡുണ്ട്. ആ കോഡിൽ നിന്ന് അടിക്കുമ്പോഴേക്ക് നിന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കൊന്ന് നോക്ക്. ഈ ഉൽപ്പന്നത്തിന്റെ വാലിഡിറ്റി എത്ര, ഇതിന്റെ വാല്യൂ എത്ര, ഇതിന്റെ മാസ് എത്ര, ഇത് മുഴുവനും അതിൽ അടയാളപ്പെടുത്തി വരുന്നുണ്ട്. അതുപോലെ അള്ളാന്റെ ഒരു സീരിയൽ കോഡ് നീ ഐ ലവ് യു എന്ന് ടൈപ്പ് ചെയ്യുമ്പോ ഇവിടെയുണ്ട്. ഇതിൽ നിന്ന് അള്ളാന്റെ കമ്പ്യൂട്ടറിലേക്ക് നോക്കുമ്പോ നിന്റെ എല്ലാ അമലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയി. 1 കോടി ജനങ്ങളുണ്ടെങ്കിൽ 1 കോടി 1 വ്യത്യാസം ഈ തമ്പ് പ്രസ്സിനുണ്ട്. ഇത്രയും വലിയ ഡിഫറൻസ് അല്ലാഹു തആല ഓരോരുത്തരുടെയും സീരിയൽ കോഡിൽ വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുകയാണ്, ഉള്ളിലേക്ക് നോക്കുമ്പോൾ വ്യത്യസ്തമാണ്. ഈ പ്രത്യേകമായ ബാർ കോഡ് അല്ല വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ കൈ കൊണ്ട് അങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്യൽ കൈയുടെ വ്യഭിചാരമാണ്. നീ എവിടുന്ന് നിന്റെ ചെറുപ്പക്കാരിയായ മകൾക്ക് നീ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ അവൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നു, അവൾ അന്യപുരുഷന്മാരെ വിളിക്കുന്നു, അന്യപുരുഷന്മാർക്ക് മെസ്സേജ് അയക്കുന്നു, അവര് തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നു. അങ്ങനെ കാരണമാകുന്ന മൊബൈൽ വാങ്ങിക്കൊടുക്കൽ വാപ്പാ അത് സ്നേഹമല്ല, ദ്രോഹമാണ്. അവളെ നരകത്തിലേക്ക് അയക്കാനുള്ള വഴിയാണ്. നീ തോന്നിവാസത്തിന് വേണ്ടി മൊബൈൽ വാങ്ങിക്കൊടുക്ക
കൊടുക്കാൻ പാടില്ല. വലാ തുബദിറു തബ്ദീറാ, നീ ദൂർത്തിൽ വ്യയം നടത്താൻ പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അവിടുന്ന് അങ്ങനെ തോന്നിവാസത്തിന് വേണ്ടി ദൂർത്ത് നടത്തുന്ന ആളുകൾ പിശാചിന്റെ കൂട്ടാളികളാണെന്ന് ഖുർആൻ തുറന്നടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെ വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ് അവിടെ അതാ ഭക്ഷണം തിന്നുകൊണ്ട് നടക്കുന്ന ആളുകൾ. അതുകൊണ്ട് നിന്റെ കണ്ണ് സൂക്ഷിച്ചോ ചെറുപ്പക്കാരാ, നിന്റെ കൈ സൂക്ഷിച്ചോ ചെറുപ്പക്കാരാ, നിന്റെ കണ്ണും കാതുമൊക്കെ സൂക്ഷിച്ചോ ചെറുപ്പക്കാരി. ഇവിടുത്തെ ദുനിയാവിലെ താൽക്കാലിക ജീവിതം കഴിഞ്ഞ് ആഖിറത്തിലൊരു ജീവിതമുണ്ട് മോളെ. അതിൽ സ്വർഗം കിട്ടണമെന്ന വിചാരം വേണം മോളെ. അല്ലാഹുവിലേക്ക് ചിന്ത തിരിച്ചോ. പിന്നെയും അതാ ഒരാളെ കാണുന്നു, വഴിയിൽ ഒരു മരം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് വരുന്ന ആളുകൾ മുഴുവനും കരിക്കപ്പെടുന്നുണ്ട്. അവരാരാണ്? വഴിയിലിരുന്നിട്ട് യാത്രക്കാർക്ക് പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു. അങ്ങനെ ഒരുപാട് രംഗങ്ങൾ അത് കണ്ടത് മുഴുവനും വിശദീകരിച്ചു തരുമ്പോ ഈ മേറാജിന്റെ രാത്രിയിൽ നമുക്ക് കൈമാറേണ്ട സന്ദേശം എന്താണ്? ഒന്ന്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് മടങ്ങുക. രണ്ടാമത്തത്, നിങ്ങളുടെ ഓരോ അവയവങ്ങളും അല്ലാഹുവിന്റെ ചിന്തയിലല്ലാതെ ചലിപ്പിക്കരുത് കേട്ടോ. എല്ലാം അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇന്ന് പക്ഷേ ജനങ്ങൾക്ക് ഈമാൻ എന്ന് പറയുന്ന ഒരു അജണ്ടയില്ല. അവർക്ക് തോന്നുന്നത് അവരുടെ മതമാണ്, അവർക്ക് തോന്നുന്നതാണ് അവരുടെ മതം. ഇതുപോലെ അവർ ജീവിക്കുന്നുണ്ട്. കല്യാണ വീടുകളിൽ മുഴുവനും തോന്നിവാസം നടക്കുന്നുണ്ട്. എത്ര വലിയ ഹാജിയാരുടെയും പള്ളി പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഏതാളുടെ മകളുടെ കല്യാണമാണെങ്കിലും തലേന്ന് വീഡിയോക്കാരന് കാണാനും വീഡിയോയിൽ പിടിക്കാനും വിട്ടുകൊടുക്കുന്നുണ്ട്. ഹറാമാണ് കേട്ടോ. അതല്ല വിലക്കിയതാണ്, ചെയ്യൽ അനുവദിച്ചിട്ടില്ല. അല്ല തന്ന പണം കൊണ്ട് ധിക്കാരം കാണിക്കല്ലേ. കല്യാണത്തിന്റെ അന്നോ നിക്കാഹിന്റെ മജ്ലിസിൽ യാതൊരു ബറക്കത്തിറങ്ങാനുള്ള വഴിയുമില്ല. ഓഡിറ്റോറിയത്തിൽ വന്ന് മുസ്ലിയാരിരുന്ന് എന്ന് പറയുമ്പോ കബിൽതു നിക്കാഹ എന്ന് പറയുമ്പോ അതാ മുസ്ലിയാരെ ഫോക്കസ് ചെയ്യുന്ന ക്യാമറ അതേ സെക്കൻഡിലൊന്ന് തിരിച്ചിട്ട് പെണ്ണിന്റെ അന്താരാഷ്ട്രം പിടിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ആയാൽ മോനെ അവിടെ റഹ്മത്തിന്റെ മലക്കില്ല. അതുകൊണ്ട് നിന്റെ മകളോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ അവൾക്ക് നീ സ്വാലിഹായ ഭർത്താവിനെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കണം. അവളുടെ കല്യാണം നടത്തുന്ന മജ്ലിസ് ഹലാലാക്കണം. ചെറുപ്പക്കാരി, കല്യാണത്തിന്റെ തലേന്ന് മീൻകോരുന്ന വലയും തലയിലിട്ടിട്ട് നീ ഹറാമ കാണിക്കാനുള്ള പ്രദർശന വസ്തു ആകല്ല മോള്. അറിയുമോ ബഹുമാനപ്പെട്ട സയ്യിദുനാ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആരാണ്? മദീന പള്ളിയിലെ മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ വരുമ്പോഴേക്ക് മാറിയിരുന്നു പോയി. അവസാനം ആ രാജ്യത്തെ ഭരണാധികാരി വിടുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തുന്ന കാലമാണ്. 40 കൊല്ലം അവിടുന്ന് ദർസ് നടത്തിയിട്ടുണ്ടെന്ന് അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. അതാ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുന്നു. രാജാവ് ഒരാളെ വിടുന്നു. അവിടുന്ന് രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിട്ടിട്ട് പറഞ്ഞു, എനിക്ക് ഹദീസ് പഠിപ്പിക്കാനൊന്ന് കൊട്ടാരത്തിലേക്ക് വരണം. അങ്ങനെ ആള് ആ പള്ളിയിലേക്ക് പോകുന്നു. അവിടെയുള്ള ഏതെങ്കിലും ഒരു ആലിമിനെ കിട്ടാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ പള്ളിയിലേക്ക് ചെല്ലുമ്പോ അയാൾക്ക് ആളുകളെ ഒന്നും അറിയില്ല. അതാ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ ഇരുന്നിട്ട് ദർസ് നടത്തുകയാണ്. സൈഡിൽ പോയിട്ട് കണ്ണുകൊണ്ടെന്ന് ആംഗ്യം കാണിച്ചു. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. കൈ കൊണ്ടെന്ന് കാട്ടി വിളിച്ചു. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ തിരിഞ്ഞില്ല. അവസാനം അടുത്തു വന്നിട്ട് പറഞ്ഞു, രാജാവ് ഇതാ ഇപ്പൊ ഞെട്ടി ഉണർന്നിട്ട് ഒരു ഹദീസ് പഠിപ്പിക്കുന്ന ആളെ വേണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് വരണം കേട്ടോ. മാ അന മിൻ ഹുദ്ദാസിൽ മുലൂക്ക്, ഞാൻ രാജാക്കന്മാർക്ക് വർത്താനം പറയുന്ന ആളല്ല. പൊയ്ക്കോടോ. നിങ്ങൾ അങ്ങനെ അല്ലെന്നാണോ പറയുന്നത്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിപ്പിക്കാനാണ് രാജാവ് വിളിക്കുന്നത്. അയാൾക്ക് ഹദീസ് പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കട്ടെ. ഈ പള്ളിയിൽ സ്ഥലമുണ്ട്. ഹാദാ മസ്ജിദു റസൂലില്ലാഹ്.
രാജാവിന്റെ പാറാവുകാരൻ കൊട്ടാരത്തിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അവിടെ അതാ പള്ളിയിൽ ചെന്നപ്പോൾ ഒരു മൊയ്ലിയാരുണ്ട്, വലിയ ഗമയിലാണിരുന്ന് ദർസ് നടത്തുന്നത്. കാണുമ്പോഴേ ചില പ്രൗഢിയുണ്ട്, ഒരുപാട് ആളുകൾ മുമ്പിൽ ഖിദ്മത്തെടുക്കാനുണ്ട്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, രാജാവ് വിളിക്കുന്നെന്ന്, രാജാവിന് പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് എഴുന്നേറ്റ് ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചു. ഇങ്ങനെ പറയാൻ ഇന്ന് കരുത്തുള്ള ആലിമാരാണ്? രാഷ്ട്രീയത്തിന്റെ കീഴിൽ തല കൊണ്ടുവച്ചു കൊടുക്കാത്ത പണ്ഡിതനാരാണ്? രാഷ്ട്രീയക്കാർക്കൊപ്പം ആട്ടം തുള്ളൽ നടത്താത്ത പണ്ഡിതനാരാണ്? അള്ളാന്റെ ദീനിനു വേണ്ടി നിലനിൽക്കുന്ന ആളാരാണ്? സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളായിരിക്കുമല്ലോ. ഉടനെ രാജാവ് പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് പോയിരുന്നില്ലെങ്കിൽ അതായിരുന്നു നല്ലത്. അത് വലിയ സ്വാഹിബുൽ ഇൽമാണ്, ഇൽമിന്റെ വലിയ ലോകമാണ്. ആ രാജാവ് സ്വന്തം മകനു വേണ്ടി സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളുടെ മകളെ കല്യാണം ആലോചിക്കുന്നു. പള്ളിയിലെ ഇമാമാണ്, മുദർരിസാണ്. ആ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളുടെ മകള് വീട്ടിലിരിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഉടനെ പറഞ്ഞു, രാജാവിന്റെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കുമോ? എന്റെ മകൾക്ക് രാജാവിന്റെ മകനെ വേണ്ട, എന്റെ മകൾക്ക് വേണ്ട. കാരണം താൻ കല്യാണം കഴിക്കുന്ന സമയത്ത് മദീനത്തെ ഏത് ഖുറൈശിയുടെയും മകളെ കിട്ടുമായിരുന്നു. എല്ലാവരും പ്രപ്പോസൽ നടത്തിയിട്ടുണ്ട്. അവസാനം തൃപ്തിപ്പെട്ടത് അബൂ ഹുറൈറ തങ്ങളുടെ മകളെ കൊണ്ടാണ്. കാരണം വഹുവ സാഹിബുൽ ഇൽമി വൽ വഖാർ വഖാദിമു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമും വിജ്ഞാനത്തിന്റെ വലിയ നേതാവുമാണ്. അതുകൊണ്ട് അബൂ ഹുറൈറ തങ്ങളുടെ മകളെ കല്യാണം കഴിച്ച മഹാനാണ് സയ്യിദുനാ സയ്യിദുത് താബഈൻ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അവസാനം അവിടുത്തെ പള്ളിയിലെ ഒരു മുത്തഅല്ലിമ് ഒന്നാമത്തെ കല്യാണത്തിലെ ഭാര്യ മരണപ്പെട്ടു പോയി. 5-6 ദിവസം ദർസ് മുടങ്ങി. പിന്നെ പള്ളിയിലേക്ക് വരുമ്പോ ചോദിച്ചു, എവിടായിരുന്നു മോനെ? എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി ഉസ്താദേ. അന്നപ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ മോനെ? ഞങ്ങൾ വന്ന് തജ്ഹീസിൽ കൂടുമായിരുന്നല്ലോ. അത് പറഞ്ഞ അടുത്ത സെക്കൻഡിൽ ഒരൊറ്റ ചോദ്യമാണ്, നിനക്കിനി ഒരു ഭാര്യയും കുടുംബ ജീവിതവും ഒക്കെ വേണ്ടേ മോനെ? എനിക്കാരാണ്? ഞാൻ വരുമാനമില്ലാത്ത, മുക്കാക്കാശിന് വകുപ്പില്ല, ആകെ എന്റെ കയ്യിൽ 20 ദീനാറേ ഉള്ളൂ. അങ്ങനത്തെ പാവപ്പെട്ട എനിക്കാരെങ്കിലും പെണ്ണ് തരുമോ? ഞാൻ തരാം മോനെ. എന്റെ ആബിദത്തായ മകള് വീട്ടിലുണ്ട്, അവളെ നിനക്കു തരാം. അവള് സുന്ദരിയാണ്. എന്റെ ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേറ്റു, എന്റെ അടുക്കലേക്ക് വന്നു, അടുത്തുള്ള സാക്ഷികളെ പിടിച്ചടുത്തേക്ക് ഇരുത്തി. എന്നിട്ട് നിക്കാഹിന്റെ സ്വീഹയങ്ങ് ചൊല്ലി എന്നോട് കബൂലാക്കാൻ പറഞ്ഞു. ഞാനങ്ങ് കബൂലാക്കി പോയി. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് അതാ എന്റെ വീട്ടിന്റെ വാതിൽക്കൽ ഒരു മുട്ട് രാത്രി കേൾക്കുന്നു. ഞാൻ ചോദിച്ചു, മൻ ആരാണ്? അന സഈദ്, ഞാൻ സഈദാണ്. ഉടനെ ബഹുമാനപ്പെട്ട മരുമകൻ പറയുകയാണ്, മക്കയിലും മദീനയിലുമുള്ള എല്ലാ സഈദും എന്റെ തലയിൽ വന്നു. മക്കയിലുള്ള ഇന്ന സഈദായിരിക്കുമോ? ആ സഈദായിരിക്കുമോ? ഈ സഈദായിരിക്കുമോ? സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളല്ലാത്ത എല്ലാ സഈദുമാരും ഈ സഈദ് എന്ന് മറുപടി കേട്ടപ്പോ ഇന്ന വീട്ടിലതാണോ ഇന്ന വീട്ടിലതാണോ എന്റെ തലയിലൂടെ മിന്നി മറഞ്ഞു. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ മാത്രം വന്നില്ല. ഞാൻ വാതിലൊന്ന് മെല്ലെ തുറന്നിട്ട് ചോദിച്ചു, ഏത് സഈദാണ്? അന സഈദ് ഇബ്നുൽ മുസയ്യിബാണ്. എനിക്ക് അത്ഭുതമായി. 40 കൊല്ലമായിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും ഇങ്ങനൊരു വഴിയിലല്ലാതെ വേറെ വഴിയിലൊന്നും കാണാത്ത സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ എന്റെ വീട്ടിൽ വന്ന് മുട്ടുകയോ. എന്താണ് ഉസ്താദേ? മോനെ, നിന്റെ ഭാര്യ എന്റെ മകളാണല്ലോ, അതാ എന്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഇനി ഒറ്റക്കുറങ്ങുന്നത് ശരിയല്ല, എന്റെ മോളെ വിളിച്ചോ. അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹ് വബിബറകത്തി റസൂലില്ലാഹ് ബറകല്ലാഹു ലക്കുമാ എന്നങ്ങ് ദുആരെന്ന് വീട്ടിലേക്ക് കയറ്റി കൊടുക്കുമ്പോ അതാ മരുമകൻ പറയുന്നു, ഞാൻ അയൽവാസികളെയൊക്കെ വിളിച്ചിട്ട് വിഷയം പറഞ്ഞു. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ എനിക്ക് മകളെ കെട്ടിച്ചു തന്നു, ഇപ്പൊ ഇവിടെ കൊണ്ടാക്കി തരികയും ചെയ്തു. അപ്പൊ പ്രായമുള്ളൊരു ഉമ്മ, എന്താടാ നീ പറയുന്നത്? നിനക്ക് നേരം വെളുത്തിട്ടില്ലേ? മദീന പള്ളിയിലെ വലിയ
മുദർരിസ് സഈദ് ബിൻ മുസയ്യബാണോ? അതെ, അവിടുത്തെ മകൾ വലിയ ഇൽമു തഫ്സീറും ഇൽമുൽ ഹദീസും ഒക്കെ അറിയുന്ന വലിയ പണ്ഡിതയായ മകളാണോ? നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അടുക്കളയിലേക്കൊന്ന് പോയി നോക്ക്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, കാരണം നേരം പോക്കിന് ഇവിടെ പെണ്ണുങ്ങൾ ആരുമില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മാനെ ഒന്ന് വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചു കൊണ്ടുവരൂ. അയൽവാസികളായ ഉമ്മമാരെ നിങ്ങളൊന്ന് നേരം പോക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അതുകൊണ്ട് ആധുനിക യുഗത്തിൽ പണത്തിന്റെ പത്രാസിന്റെ പേരിൽ നമ്മുടെ മക്കളെ വിളിച്ചിട്ട് ദുനിയാവിന്റെ വഴിയിലേക്ക് കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, സഈദ് ബിൻ മുസയ്യിബ് തങ്ങളോട് ചോദിക്കുന്നു, എന്തേ രാജാവിന്റെ മകന് കെട്ടിച്ചു കൊടുക്കാതെ പരമദരിദ്രനായൊരു മുത്തല്ലിമിന് എന്തേ നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുത്തത്? മറ്റൊന്നുമല്ല, എന്റെ മകൾ അല്ലാഹുവിനെ ഓർത്ത് ഇബാദത്ത് ചെയ്യണം. വഹിയ ദിമ്മത്തുൻ അലാ ഉനുഖി വഇൻദല്ലാഹി മസ്ഊൽ. അള്ളാന്റെ കോടതിയിൽ എന്നോട് ചോദിക്കും, എടാ നിനക്ക് ഉത്തരവാദിത്തപ്പെടുത്തി തന്ന മകളെ നീ എന്താടാ ചെയ്തത്? ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി സിനിമയെ പോലെ പ്രദർശനത്തിനിരുത്തിയോ? അവളുടെ കല്യാണത്തിന്റെ തലേന്ന് ഗാനമേള നടത്തിയോ? തലേന്ന് വീഡിയോക്കാരന് കൊണ്ടു നടക്കാനും കിടത്തി വീഡിയോ പിടിക്കാനും വിട്ടോ എന്ന് ചോദിക്കും കേട്ടോ. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വിട്ടാൽ അവൾ വെപ്പാട്ടിമാരുടെ ഇടയിൽ അള്ളാനെ മറന്നു പോകുമല്ലോ. പിന്നെ അവള് രാജ്ഞിയായിട്ട് കസേരയിൽ ഇരിക്കുമ്പോ യഥാർത്ഥ രാജാവിനെ മറന്നു പോകുമല്ലോ. അവസാനം എന്റെ മകള് നരകത്തിലേക്കായി പോയാൽ കല്യാണം കഴിച്ചു കൊടുത്ത ഞാൻ ഉത്തരവാദിയാകുമല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദീനയിൽ ദർസ് നടത്തിയ സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ ദീന് പഠിപ്പിച്ചു തരുമ്പോ ഈമാനുള്ളവരെ എഞ്ചിനീയർ ആണെന്ന് കണ്ട്, ഡോക്ടറാണെന്ന് കണ്ട്, വലിയ വലിയ ബിസിനസ്മാൻ ആണെന്ന് കണ്ട് നിസ്കരിക്കാത്തവന് മകളെ കെട്ടിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ ദീനില്ലാത്തവന് കെട്ടിച്ചു കൊടുക്കരുത്. നിന്റെ മകൾ നാളെ ദുനിയാവിന്റെ അടിമയാകാൻ കെട്ടിച്ചു കൊടുക്കരുത്. സിനിമാ താരമാകാൻ വിട്ടയച്ചു കൊടുക്കരുത്. അള്ളാന്റെ കോടതിയിൽ നിന്നെ പിടിക്കും കേട്ടോ. ഞാൻ വലിയ 40 ഹജ്ജ് ചെയ്ത ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരായവരാരോ അവർക്കാണ് ആനുകൂല്യം കേട്ടോ. ദുനിയാവിലെ പണം കൊടുക്കുന്നതിന് മാനദണ്ഡമില്ല. ഇവിടെ കള്ളുകുടിയന്മാർക്ക് കൊട്ടാരമുണ്ട്. അള്ളാഹ്ക്ക് അവരോട് തൃപ്തിയുള്ളത് കൊണ്ടല്ല, ദുനിയാവിനോട് അള്ളാഹ്ക്ക് വിലയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മോനെ, നീ ദുനിയാവിന്റെ വഞ്ചനയിൽ പെടണ്ട. ചെറുപ്പക്കാര്, തെരുവിലേക്ക് ഇറങ്ങിയ മുഴുവനും ഹറാമിന്റെ കൊട്ടാരങ്ങളാണ്. വഞ്ചിക്കപ്പെടണ്ട. സ്വർഗമെന്ന മഹത്തായ കൊട്ടാരമുണ്ട്. അതാണ് മേറാജിന്റെ രാത്രിയിൽ ഒരു താഴ്വരയിൽ ഇറങ്ങുമ്പോ കസ്തൂരിയുടെ ഗന്ധം വരുന്നു. മിൻ ഐന ഹാദാ യാ ജിബ്രീൽ, ഇതെവിടുന്നാണ് ജിബ്രീൽ? അത് നബിയേ, സ്വർഗത്തിന്റെ വാസനയാണ് നബിയേ. അടുത്തൊരു താഴ്വരയിലേക്ക് ചെല്ലുമ്പോ ദുർഗന്ധം വരുന്നുണ്ട്. ഇതെവിടുന്നാണ് ജിബ്രീൽ? അത് നരകത്തിന്റെ ദുർഗന്ധമാണ് നബിയേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രണ്ടും അറിഞ്ഞിട്ട് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, കള്ളുകുടിയിലേക്ക് പോകണ്ട. സിനിമ കണ്ട് നേരം കളയണ്ട. അന്യ പെണ്ണിനോട് അകലം സൂക്ഷിക്കാൻ അല്ല പറഞ്ഞതാണ്. നീ സൂക്ഷിച്ചു ജീവിച്ചോ. പലിശ അല്ല വിലക്കിയതാണ്. തൊടാതെ കാത്തുരക്ഷിച്ചോ. വലിയ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുള്ള കാലമാണ്. സ്വയം സഹായ സംഘങ്ങൾ വരുന്ന കാലമാണ്. RMP പോലെയുള്ള ചതിക്കുഴികളുള്ള ചെയിൻ ബിസിനസ് വരുന്ന കാലമാണ്. DXN പോലെയുള്ള പൂഴ്ത്തിവെപ്പ് ബിസിനസ് വരുന്ന കാലമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള 50-ൽ പരം നിക്ഷേപങ്ങളുള്ള മുഴുവൻ നിക്ഷേപ മേഖലകളിലും 50% പലിശയാകണമെന്ന് റിസർവ് ബാങ്കിന്റെ നിയമമാണ്. അതിൽ നീ ഷെയർ എടുക്കണ്ട.
അതിൽ നീ വഞ്ചിക്കപ്പെടണ്ട. നിനക്കിവിടെ കൊട്ടാരം പണിഞ്ഞാൽ ആഖിറത്തിൽ കൊട്ടാരമില്ല. ഹലാലല്ലാത്തത് കൊണ്ട് നീ വലിയ മാളിക പണിതാൽ സ്വർഗത്തിൽ നിനക്ക് വീടില്ല. അതുകൊണ്ട് നിങ്ങൾ സാബിഖൂ ഇലൽ ഖൈറാത്ത്. മോനെ, മരണം എപ്പോഴാണെന്നറിയില്ല. ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാരന്റെ തലയിൽ പഴുത്ത ചക്ക വീണിട്ട് മുഖം മൂടി മരിക്കുന്നു. അള്ളാന്റെ ഖലാഇന്റെ കൃത്യത നിങ്ങൾ പത്രത്തിൽ വായിച്ചോ? വഴിയരികിലൂടെ പോകുന്ന സൈക്കിൾ യാത്രക്കാരന്റെ തലയിൽ റോഡരികിൽ നിൽക്കുന്ന തെങ്ങ് മറിഞ്ഞു വീണ് തലയിൽ തന്നെ വീണ് മരിക്കുന്നു. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. വരതെറ്റാതെ നിരതെറ്റാതെ അള്ളാന്റെ ഖലാ വരുന്നുണ്ട്. അതുകൊണ്ട് മോനെ, എല്ലാ വയസ്സുകാരും മരിക്കുന്നവരാണ്. ഖബർസ്ഥാനിലേക്കൊന്ന് പോയി നോക്ക്. 6 മാസമായ കുഞ്ഞിന്റെ ഖബറുണ്ട്, 1 വയസ്സായ കുട്ടിയുടെ ഖബറുണ്ട്, 2 വയസ്സായ കുഞ്ഞിന്റെ ഖബറുണ്ട്, 100 വയസ്സായ ഉമ്മാന്റെ ഖബറുണ്ട്. അങ്ങനെ എല്ലാ വയസ്സുകാരും ഉള്ളതാണ് ഖബർസ്ഥാൻ കേട്ടോ. അതുകൊണ്ട് താൽക്കാലികമായ ഈ ദുനിയാവിൽ പളപളപ്പിന്റെ പേരിൽ ആഖിറത്തെ മറക്കണ്ട. എല്ലായിടത്തുനിന്നും ദുനിയാവ് വിളിക്കുന്ന കാലമാണ്, അണിഞ്ഞൊരുങ്ങി ആട്ടി വിളിക്കുന്ന കാലമാണ്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടണ്ട. വഖാലിഫിൻ നഫ്സ വശൈത്താന വസീമാ ഫഇൻഹുമാ മഹളാ കന്നുസഹ ഫത്തഹിമീ. മോനെ, നിന്റെ ദേഹേച്ഛ, പെങ്ങളെ, നിന്റെ ദേഹത്തിന്റെ വികാരം, അതും പിശാചും നിന്നെ ഇങ്ങനെ മാടി മാടി വിളിച്ചാൽ അതെത്ര വലിയ നല്ല ഉപദേശമാണെങ്കിലും അത് നിന്നെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഉപദേശമാണ്. പെട്ടുപോകണ്ട. പൊന്നു പെങ്ങളെ, നിന്റെ വസ്ത്രം അവിടുന്ന് ഇന്ത്യൻ ഭൂപടം വരച്ചിട്ട് കാശ്മീരും കേരളവും അടയാളപ്പെടുത്താൻ പറയും പോലെ നിന്റെ അവയവങ്ങൾ അടയാളപ്പെടുത്താൻ പറ്റുന്ന വസ്ത്രം ധരിക്കണ്ട. നീ അവിടുന്ന് അള്ളാഹുവിനെ ഓർത്ത് നിന്റെ അവയവങ്ങൾ നീ മറക്കണം. ഔറത്ത് മറച്ചുകൊണ്ട് ജീവിക്കണം. വാപ്പാമാർക്കൊക്കെ ഇപ്പോഴത്തെ വിഷയം എന്താണ്? +2ന്റെ റിസൾട്ട് വന്നു, SSLCയുടെ റിസൾട്ട് വന്നു, എൻ്റെ മകൾക്ക് എത്ര A+ ഉണ്ടെന്ന് ചോദിക്കുന്ന എല്ലാ വാപ്പാമാരും പഠിച്ചുപോയി, വയസ്സന്മാരും പഠിച്ചുപോയി. എന്നാൽ 13ാമത്തെ വയസ്സിൽ എൻ്റെ മകള് പ്രായപൂർത്തിയായി. പിന്നെ SSLC വരെ അവൾ 2 കൊല്ലം സ്കൂളിൽ പഠിച്ചു. എൻ്റെ മകൾക്ക് നിസ്കാരം ളുഹർ കിട്ടിയോ? അസർ അവള് നിസ്കരിച്ചോ? മഗ്രിബിന് അവള് നിസ്കരിച്ചോ? ഖബറിലേക്ക് ചെല്ലുമ്പോ ഇംഗ്ലീഷിന് A+ കിട്ടിയോ എന്നല്ല ചോദിക്കുക, നിസ്കാരത്തിന് A+ ഉണ്ടോ എന്നുള്ള ഖബറിൽ ചോദിക്കും കേട്ടോ. അതെന്റെ മകൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് ഏതെങ്കിലും വാപ്പാമാർക്ക് ഇതുവരെ തലവേദന ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് അല്ലാഹനെ ഓർത്തു ജീവിക്കണം. ഈ ദുനിയാവിലെ ജീവിതം ആഖിറത്തിന്റെ മുന്നോടിയാണ്. ഒരൊറ്റ ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ ഇമാമുകളും ആഖിറത്തെ ഓർത്ത് കരഞ്ഞവരാണ്. എല്ലാ സ്വാലിഹീങ്ങളും അതോർത്ത് കരഞ്ഞവരാണ്. അതിന്റെ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാമു സാഹിദീൻ വ ഇമാമുൽ ഫുഖഹാഇ വൽ മുഹദ്ദിസീൻ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഒന്നെന്റെ സഹോദരങ്ങൾ അല്പസമയം ഒന്ന് എഴുന്നേറ്റു നിന്നാൽ അതൊന്ന് ബറക്കത്തിന് പറഞ്ഞ് മിഅ്റാജിന്റെ മഹത്വം വാഴ്ത്തപ്പെടുന്ന രാത്രിയിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നാളെയാണ് മിഅ്റാജിന്റെ നോമ്പ്, അപ്പൊ ഇന്ന് മിഅ്റാജിന്റെ രാവാണ്. അപ്പോഴോ നമുക്കൊന്ന് ദ്വാരക്കാമല്ലോ. അറിയുമോ? ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങള് അവിടുന്ന് രാത്രി പരയുടെ മച്ചിന്റെ മുകളിൽ കയറിയിട്ട് രാവിലെ വരെ ഇബാദത്തിലാണ്. ആ ഇമാമുൽ ആലം തങ്ങളങ്ങ് വഫാത്തായതിന്റെ പിറ്റേന്ന് അയലത്തു വീട്ടിലെ കുട്ടിയുടെ ചോദ്യം, ഉമ്മാ ആ വീട്ടിന്റെ മേലെ രാത്രി ഒരു തൂണ് കാണാറുണ്ടല്ലോ, ആ തൂണ് കാണുന്നില്ലല്ലോ. മോനെ, അത് തൂണല്ല, അതിമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെന്ന നമ്മളുടെ അയൽവാസിയായ പണ്ഡിതനായിരുന്നു മോനെ.
രാത്രി നിന്ന് നിസ്കരിച്ചതാണ് മോനെ, ഇപ്പൊ ഖബറിലാണ് മോനെ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് പറയുമ്പോ അവിടുത്തെ പള്ളിയിലെ മുഅദ്ദിൻ പറഞ്ഞൊരു ചെറിയ കാര്യം പറഞ്ഞ് നമുക്ക് മൗലായ ചൊല്ലി ദ്വാരക്കാമല്ലോ. എന്താണെന്നറിയുമോ? അതാ പള്ളിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞു. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് മുഅദ്ദിൻ സാഹിബ് പള്ളിയിൽ നിന്ന് പോകാൻ നേരം ഇമാമുൽ ആലം തങ്ങളോട് പറഞ്ഞു, തങ്ങള് പള്ളിയിൽ നിന്ന് പോകുമ്പോ ഈ വിളക്കെടുത്തങ്ങ് മാറ്റിയേക്കണേ. ഖൈറാത്തുൽ ഹിസാൻ എന്ന കിതാബിൽ ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലെ പരാമർശങ്ങളും അതുപോലെ അബൂ ഹനീഫ തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. വിളക്കെടുത്തൊന്ന് മാറ്റി വെക്കണേ. ഉടനെ അവിടുന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ എഴുന്നേറ്റ് നിന്നങ്ങ് കൈകെട്ടിയിട്ട് ഖുർആനിലെ ആഖിറത്തെ കുറിച്ചുള്ള ഒരായത്തങ്ങ് ഓതുമ്പോ പിന്നെ അവിടുന്ന് ആയത്തിനെ ഓർത്ത് കരയാൻ തുടങ്ങി. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ തുടങ്ങിയുള്ള ആഖിറത്തിന്റെയും പരലോകത്തിന്റെയും ആയത്തങ്ങ് പാരായണം ചെയ്ത് കരയുന്നു. അല്ലാഹുവിനോട് റഹ്മത്തിനെ തേടുന്നു, നരകത്തിൽ നിന്ന് കാവലിനെ തേടുന്നു. തേടി തേടി കരയുന്ന ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് കരഞ്ഞ് നിന്ന് അവസാനം സുബഹിയുടെ വാങ്ക് കൊടുക്കാൻ മൊല്ലാക്ക വീട്ടിൽ നിന്ന് വന്നിട്ട് അതാ വിളക്കെടുക്കാൻ നേരം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, ക്ഷമിക്കണം കേട്ടോ, ഞാൻ വിളക്കെടുത്തു വെച്ചേക്കാം, നിങ്ങൾ പൊയ്ക്കോ. ഉടനെ പറയുന്നു, അബൂ ഹനീഫ തങ്ങളെ സമയം എത്രയായെന്നറിയുമോ? സുബഹിയുടെ വാങ്ക് കൊടുക്കാനായി കേട്ടോ. ഇതുപോലെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച മഹാന്മാര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ നമുക്കിഷ്ടമുള്ള സീരിയൽ മുഴുവനും കണ്ടിട്ട് കഴിയില്ല. അതുകൊണ്ട് അതിൽ വഞ്ചിക്കപ്പെടണ്ട. ഉള്ള പെണ്ണുങ്ങളോട് മുഴുവനും ഇടകലർന്നിട്ട് കഴിയില്ല. അതുകൊണ്ട് നീ നിന്റെ നഫ്സിനെ സൂക്ഷിക്കണം. ഉള്ള തോന്നിവാസം മുഴുവനും ചെയ്തിട്ട് കഴിയില്ല. അതുകൊണ്ട് നീ അല്ലാഹുവിന്റെ താഴത്തിലേക്ക് വരണം. മോനെ, ദുനിയാവ് വല്ലാത്ത വഞ്ചനയുടെ കാലമാണ്. എന്തൊക്കെ കണ്ടാൽ ജീവിക്കേണ്ട കാലമാണ്. ഹലാലേത് ഹറാമെന്ന് തിരിയാത്ത മുതശാബിഹാത്തിന്റെ കാലമാണ്. ഉമ്മമാരെ വ്യഭിചരിക്കുന്ന മക്കളുള്ള കാലമാണ്. അങ്ങനെ വല്ലാത്ത ഈ ആഖിർ സമാനിൽ ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളുടെ ജനാസ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ വെക്കുമ്പോ സൗന്ദര്യം കൊണ്ട് രക്ഷപ്പെടില്ലെന്ന ബോധം വേണം. നിങ്ങളുടെ പണം കൊണ്ട് രക്ഷപ്പെടില്ലെന്ന ബോധ്യം വേണം. പത്രാസ് കൊണ്ട് രക്ഷപ്പെടില്ലെന്ന ബോധ്യം വേണം. അവിടെ രക്ഷപ്പെടണോ? അൽഅമാലു സ്വാലിഹാത്ത്, സ്വാലിഹായ അമൽ ചെയ്തോ. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അവിടുന്ന് ക്ഷമിക്കാനും അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിക്കാനുള്ള ക്ഷമയും സത്യം തുറന്നു പറയാനുള്ള ബോധ്യവും അല്ലാഹു തആല നമുക്കെല്ലാം നൽകുമാറാകട്ടെ. ബിബറകത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ സ്വല്ലി അമിൻ തദക്കുരി ജീറനിം ബിദി സലമി മസജ്ത ദമൻ ജറാ മിൻ മുഖലതിൻ ബിദമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.
سريت من حرم ليلا إلى حرمي كما سرى البدر في داج من الظلم مولاي على حبيبك خير خلق كلهم وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم على حبيبك خير الخلق كلهم وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأنت تخترق سبع الطباق بهم في موكب كنت فيه صاحب العلم مولاي صل على حبيبك خير الخلق كلهم حتى إذا لم تدع شأوا لمستبقين من الدنو ولا مرقى لمستنمين مولاي صل لم دائما أبدا على حبيبك خير الخلق كلهم خفضت كل مقام بالإضافة نوديت بالرفع مثل المفرد العلمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كيما تفوز بوصل أي مستتري عد العيون وسر أي مكتتم مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم فحوت كل فخار غير مشترك وجدت كل مقام غير مزدحم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وجل مقدار ما وليت من رتبي وعز إدراك ما وليت من نعمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك وحبيبك ونبيك وصفيك محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ ഹബീബിന്റെ ഇസ്രാ മിഅ്റാജ് നീ അവിടുന്ന് നൽകിയ ബഹുമാനം പറഞ്ഞ മജ്ലിസാണ് റഹ്മാനേ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഇന്നത്തെ ദിവസം സമ്മാനമായി ഞങ്ങൾക്ക് തന്നിട്ട് പോയ നിസ്കാരം മരണം വരെ കൃത്യമായി നിർവഹിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങള്, മാതാപിതാക്കള്, ബന്ധുമിത്രാദികള് എല്ലാവരെയും ഉൾപ്പെടുത്തണം റഹ്മാനേ. റഹ്മുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ രാജാധിരാജനായ റബ്ബേ, നിന്റെ ജലാലിയത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വിറയ്ക്കുന്നവരാണ്. നിന്റെ റഹ്മത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കൊതിക്കുന്നവരാണ്. നിന്റെ റഹ്മത്തുൽ ലിൽ ആലമീനായ നബിയെ ഞങ്ങൾ സ്നേഹിക്കുന്നെന്ന് വാദിക്കുന്നവരാണ്. അതൊക്കെ സ്വാദിഖാക്കി തരണം റഹ്മാനേ, സ്വാദിഖാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനേ, എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനേ, എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനേ, ഉസ്താദുമാർക്ക് പൊറുക്കണേ റഹ്മാനേ. സ്നേഹജനങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്ക് പൊറുക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ. കിബ്ർ, ഉജ്ബ്, ജബ്ൻ, ബുഖ്ൽ, ഗീബത്ത്, നമീമത്ത്, റിയാ നിങ്ങൾക്ക് നൽകല്ലേ റഹ്മാനേ. അത്തരം രോഗങ്ങൾ ഞങ്ങളുടെ ഖൽബിൽ നിന്ന് നീക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനേ. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട് റഹ്മാനേ. പ്രഷറുള്ളവർ, ഷുഗറുള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, അസ്ഥിക്ക് തേയ്മാനമുള്ളവർ, ഹാർട്ടിന് തകരാറുള്ളവർ, ഹാർട്ടിന് ഹോളുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, അവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചവർ, ക്ഷീണം സംഭവിച്ചവർ, തളർന്നുപോയവർ, അങ്ങനെ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ ഖൽബ് സംസം വെള്ളം കൊണ്ട് കഴുകിയിട്ട് അവിടുന്ന് ഷഖ്ഖു സദ്ർ, അതൊന്നും പറയാൻ ഇവിടെ അവസരവും സമയവും കിട്ടിയിട്ടില്ല. അത്രയും വലിയ ബഹുമാനവും ശുദ്ധീകരണവും നടത്തിയ രാത്രിയുടെ ചരിത്രമാണ് ഞങ്ങൾ ഓർമ്മിക്കുന്നത്. അതിന്റെ ബറക്കത്ത് കൊണ്ട് അറ്റാക്കിനെ തൊട്ട് കാക്കണേ അല്ലാ. വന്നവരെ സംരക്ഷിക്കണേ അല്ലാ. ചികിത്സയിൽ കഴിയുന്നവർക്ക് ശിഫയാക്കണേ അല്ലാ. 30 ദിവസം പ്രായമായ ഒരു കുട്ടിക്ക് 3 ലക്ഷം രൂപയുടെ സർജറി വേണമെന്ന് ഡോക്ടർമാര് നിർദ്ദേശിച്ചതായി ഇവിടെ എഴുത്തു വന്നു. അല്ലാഹുവേ, നീ സലാമത്താക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ ഇസ്രാഇന്റെ മിഅ്റാജിന്റെ ബറക്കത്ത് കൊണ്ട് നീ ദുആനെ ഒന്ന് സ്വീകരിച്ച് ഇവിടെ മുത്തഅല്ലിമീങ്ങൾ, കൊച്ചുമക്കള്, പ്രായമുള്ളവരുള്ള മജ്ലിസാണ്. നിന്റെ മാസമെന്ന റജബിന്റെ മാസമാകുന്ന മാസത്തിലുള്ള മജ്ലിസാണ്. അതുകൊണ്ട് ഡോക്ടർമാർക്ക് സർജറി വേണ്ടെന്ന് പറയാനുള്ള വിധത്തിൽ ആ കുട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണേ അല്ലാ, മെച്ചപ്പെടുത്തണേ അല്ലാ. അല്ലാഹു എന്ന പേര് ജലാലത്തിന്റെയും അതുമാത്രമല്ല ഇസ്മുൽ അഅ്ളമാണ് ഇബ്നു ഹജർ തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വസീലയാക്കുന്നു അല്ലാ. നിനക്കൊരിക്കലും തട്ടാൻ പറ്റാത്ത വിധം നീ ഖുല്ലത്ത് സ്വീകരിച്ചു പോയ നബിതങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, ഈ മജ്ലിസിന് ഇജാബത്ത് നൽകണേ അല്ലാ. ആ കുട്ടിയെ ആ സർജറിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. അഹ്ലു ബൈത്ത് വന്ന മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന് ഇജാബത്ത് നൽകണേ അല്ലാ. നിന്റെ ഹബീബിന്റെ ഇസ്റാ മിഅ്റാജിന്റെ ബറക്കത്ത് കൊണ്ട് സലാമത്തേകണേ അല്ലാ. അളീമായ റബ്ബേ, ഞങ്ങൾ വല്ലാത്ത പാവങ്ങളായ അടിമകളാണ്.
തരാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്. ഹലാലായത് വീടിത്തരണേ അല്ലാ. നിന്റെ ഹബീബിനോട് അങ്ങേറ്റത്തെ മഹബ്ബത്ത് നൽകണേ അല്ലാ, മഹബ്ബത്ത് നൽകണേ അല്ലാ. ഖായിബാക്കല്ല അല്ലാ, ഖായിബാക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബൊന്ന് മുനവ്വറാക്കണേ അല്ലാ. ജീവിതാവസാനം വരെ ഇൽമിന്റെ ഖിദ്മത്തിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മരണത്തിന്റെ അന്നുവരെ തദ്രീസ് കൊണ്ടും മുതാല കൊണ്ടും ഇൽമു കൊണ്ട് നിന്റെ റിളക്ക് വേണ്ടി മുസ്തഖിലാകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അത് നിന്റെ നൂറാകുന്ന ഇൽമു ഞങ്ങളുടെ ഖൽബിൽ വരാനുള്ള വഴിയാക്കണേ അല്ലാ.